മലയാളികളുടെ പ്രിയപ്പെട്ട വല്യണ്ണൻ ബിഗ് ബോസ് തിരികെ എത്തുകയാണ്. അപ്പോൾ സീസൺ 7 ആരംഭിക്കാൻ പോകുന്നു. നമ്മുടെ ലാലേട്ടൻ്റെ പല വിധത്തിലുള്ള പ്രൊമോസൊക്കെ വരുന്നു. പഴയ സ്ട്രാറ്റജീസ് ഒന്നും പാടില്ല, പഴയ ഗെയിംസ് ഒന്നും പാടില്ല, വൻ പുതുമയായിരിക്കും എന്ന് പറഞ്ഞിട്ട് ആ ഒരു രീതിയിലാണ് അതിൻ്റെ പ്രൊമോസൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ല കാര്യം, അങ്ങനെ ഡിഫറൻ്റായിട്ട് സംഭവിക്കുകയാണെങ്കിൽ, ഇതുവരെ കണ്ടിട്ടില്ലാത്ത കുറേ പ്രകടനങ്ങളും കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ അടിപൊളിയൊക്കെ ആയിരിക്കും. പക്ഷേ ബിഗ് ബോസിൻ്റെ ഇതിന് മുമ്പുള്ള സീസൺസ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്നോടും പലരും ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ഫുൾ അനാലിസിസ് ചെയ്തുകൂടെ, അതായത് എല്ലാ ദിവസത്തെ ഒരു അപ്ഡേറ്റ് പോലെയൊക്കെ വീഡിയോ ചെയ്തുകൂടെ എന്നുള്ളത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അതിൽ പരാജയപ്പെട്ടു പോയിട്ടുള്ള ഒരാളാണ്. അതായത് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ പരാജയപ്പെട്ടിട്ടുള്ള ആളാണ്. ഇപ്പോൾ ഇത്തവണത്തെ ബിഗ് ബോസ് സീസൺ 7 കണ്ടു തുടങ്ങുന്ന സമയത്ത് ഒരു പക്ഷേ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കൊരു നല്ല ഓഡിയൻസ് ആവാൻ സാധിക്കുന്ന രീതിയിലുള്ള കുറച്ച് കാര്യങ്ങൾ പറയാമെന്നുള്ളതാണ് ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത്. കാരണം ബിഗ് ബോസ് പല ആളുകൾക്കും വളരെയധികം പേഴ്സണലി ഫീൽ ചെയ്യുന്നൊരു കാര്യമാണ്. അത് പല ആളുകളെയും പല രീതിയിൽ എഫക്റ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇത്തവണത്തെ ബിഗ് ബോസ് സീസൺ 7 കാണുമ്പോൾ കുറച്ച് കാര്യങ്ങൾ നിങ്ങളൊന്ന് മനസ്സിൽ വെച്ചേക്കൂ എന്ന് പറയാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നൊരു വീഡിയോ ആണ്. ആൻഡ് ഇത്തവണത്തെ ബിഗ് ബോസ് സീസൺ 7 നമ്മൾ എല്ലാ എപ്പിസോഡ്സും കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. ഒരു അനാലിസിസ് പരിപാടി ഓൺ എ ഡെയിലി ബേസിസ് ചെയ്യണം എന്നൊരാഗ്രഹമുണ്ട്. എത്ര ദിവസം മുന്നോട്ട് പോകുമെന്ന് എനിക്കറിയില്ല, പക്ഷേ നമുക്ക് ശ്രമിച്ച് നോക്കാമല്ലോ. അപ്പോൾ ഇത്തവണത്തെ ബിഗ് ബോസ് സീസൺ 7 കാണുന്നതിന് മുമ്പ് ഫസ്റ്റ് ഓഫ് ഓൾ ഈ ബിഗ് ബോസിനെ കുറിച്ചൊരു ബേസിക് ഐഡിയ ഉണ്ടാകുന്നത് നല്ലതാണ്. ഒരു ഡച്ച് ടെലിവിഷൻ പ്രോഗ്രാമായിരുന്നു ബിഗ് ബ്രദർ എന്ന് പറയുന്നത്. കൺസെപ്റ്റ് വളരെ സിമ്പിളാണ്. സെലിബ്രിറ്റീസ് ആയിട്ടുള്ള ആളുകളും കോമണേഴ്സ് ആയിട്ടുള്ള ആളുകളും ഇവരെല്ലാവരും കൂടി ഒരു വീട്ടിൽ വരികയാണ്. അതായത് പരസ്പരം വലിയ ബന്ധങ്ങളൊന്നും ഇല്ലാതിരുന്ന കുറച്ച് ആളുകൾ ഒരു വീടിനകത്ത് ഒരു കുടുംബത്തെ പോലെ പരസ്പരം ഡ്യൂട്ടീസൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്ത് ചെയ്യേണ്ടി വരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഒരുമിച്ച് താമസിക്കുമ്പോൾ ഒരുപാട് ഇൻട്രാക്ഷൻസ് ഉണ്ടാവും. അതുപോലെ തന്നെ ഇവർക്ക് കുറച്ച് ഗെയിംസും കൊടുക്കും. ആ ഗെയിംസിന് ഫിസിക്കലി ഉള്ള പ്രാധാന്യം പോലെ തന്നെ മെൻ്റലിയും കുറച്ച് പ്രാധാന്യമൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഗെയിം പുറത്ത് നിന്ന് നമ്മളിങ്ങനെ പ്രേക്ഷകർ കാണുന്നു. അപ്പോൾ ഈ ബിഗ് ബോസ് വീട്ടിൽ കുടുങ്ങിപ്പോകുന്ന ആൾക്കാരെന്ന് പറയുന്നത് ആക്ച്വലി അവർക്കൊക്കെ വേറെ ലൈഫുള്ളതാണ്, വേറെ തന്നെ ഒരു ലൈഫ് സ്റ്റൈലും കാര്യങ്ങളൊക്കെ ഉള്ള ആളുകളാണ്. പക്ഷേ അതിൽ നിന്നൊക്കെ വിട്ടിട്ട് ഈവൻ അവരുടെ സ്മാർട്ട് ഫോൺ പോലും കയ്യിലില്ലാതെ പുറം ലോകവുമായി കംപ്ലീറ്റ്ലി കട്ട് ഓഫായി ഏകദേശം 100 ദിവസത്തോളം അവർ അതുവരെ വലിയ പരിചയമില്ലാതിരുന്ന ആളുകളടക്കം വരുന്ന ഒരു ഗ്രൂപ്പിനോടൊപ്പം താമസിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായും ആദ്യത്തെ കുറച്ച് നാൾ ഇവർക്ക് കയ്യിൽ നിന്നിട്ട് അഭിനയിക്കാനൊക്കെ പറ്റും. പക്ഷേ പതിയെ പതിയെ അത് കയ്യിൽ നിന്ന് പോകും. ചില ആൾക്കാർ 100 ദിവസവും നിന്ന് അഭിനയിച്ചിട്ട് പോകും. ചില ആൾക്കാർ ഒരു 10 ദിവസമൊക്കെ കഴിയുമ്പോൾ കയ്യിൽ നിന്ന് പോകും. ചിലർ പൊട്ടിത്തെറിക്കും, ചിലർ ഇമോഷണലി ഭയങ്കര വീക്കാവും, ചിലർക്ക് ഭയങ്കരമായിട്ട് ഈ ഹോം സിക്നസ് വരും. ഇങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളുണ്ടാകും. ഇതിനൊക്കെ അതിജീവിച്ച് ഇവരൊരു 100 ദിവസം മുന്നോട്ട് പോകുന്ന സമയത്ത് നമുക്ക് പുറത്തുനിന്ന് കാണുമ്പോൾ വൻ എൻ്റർടൈൻമെൻ്റ് ആയിരിക്കും. എൻ്റർടൈൻമെൻറ്റ് മാത്രമല്ല, അതിൻ്റെ കൂടെ വരുന്ന പോസിറ്റീവും നെഗറ്റീവും ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കൂടെയുണ്ട്. അത് നമുക്ക് കുറച്ച് കഴിയുമ്പോൾ പറയാം. ഈ ഗെയിമിലെ എല്ലാ ആഴ്ചയും ആളുകൾ നോമിനേറ്റ് ചെയ്യപ്പെടുകയും ഈ ഹൗസിന് പുറത്തേക്ക് പോവുകയും ചെയ്യും. അങ്ങനെ ഏറ്റവും അവസാനം മിച്ചം വരുന്ന ആൾക്കാരിൽ നിന്ന് ഒരാൾ ഫസ്റ്റ് ആവും, മറ്റേ ആൾ റണ്ണറപ്പ് ആവും. അങ്ങനെ ഒരു 3 സ്ഥാനങ്ങൾ, സമ്മാനങ്ങൾ, ഇങ്ങനെയൊക്കെയാണ് അത് പോവുക. ഇതിനിടയ്ക്ക് ആളുകളിൽ ആരൊക്കെയാണ് പോവേണ്ടത്, അല്ലെങ്കിൽ പോകുന്ന ഒരു സിറ്റുവേഷനിലേക്ക് വരുന്ന ഒരു എലിമിനേഷൻ ലിസ്റ്റിലേക്ക് വരുന്ന പ്രോസസ്സ് എങ്ങനെയാണ് വേണ്ടത്, ഇതൊക്കെ തീരുമാനിക്കാൻ ഈ ഹൗസിലുള്ള ആളുകൾക്കും അതുപോലെ തന്നെ ഓഡിയൻസിനും അവസരമൊരുക്കുന്ന വോട്ടിംഗ് പരിപാടികളൊക്കെ ഉണ്ട്. ഈ ബിഗ് ബോസ് മലയാളത്തിൽ വന്നതിന് ശേഷവും ചില സീസണൊക്കെ വൻ ശോകമായിരുന്നു എന്ന ആളുകൾ പറയാറുണ്ട്. ഇത് മുമ്പത്തെ സീസണിൻ്റെ അത്രയും വന്നിട്ടില്ല, അല്ലെങ്കിൽ ഈ സീസൺ ഭയങ്കര മോശമായിരുന്നു എന്നൊക്കെ നമ്മൾ പറയുമ്പോഴും അതത് സമയത്തെ, അതായത് ബിഗ് ബോസ് സംപ്രേഷണം ചെയ്യുന്ന അതത് സമയത്തെ മറ്റേതൊരു TV ഷോയേക്കാളും കൂടുതൽ TRP ഉള്ള പ്രോഗ്രാമായി മാറാൻ ബിഗ് ബോസിന് പറ്റിയിട്ടുണ്ട്. ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ എന്തൊക്കെ കൊണ്ടായിരിക്കും അങ്ങനെ സംഭവിക്കുന്നത്? അല്ലെങ്കിൽ ഈവൻ നമ്മൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് എന്തുകൊണ്ടായിരിക്കും ബിഗ് ബോസ് എന്ന് പറയുന്ന പ്രോഗ്രാമിനോട് ഇത്രയധികം അഡിക്ഷൻ ഉണ്ടായിട്ടുണ്ടാവുക? ഫസ്റ്റ് ഓഫ് ഓൾ, വളരെ അൺഫിൽറ്റേർഡ് ആയിട്ടുള്ള, എന്ന് വെച്ചാൽ അവർ എഡിറ്റും കാര്യങ്ങളൊന്നുമില്ല. ഈ പറഞ്ഞ പോലെ അഭിനയിച്ച് നേരത്തെ പറഞ്ഞ് പ്ലാൻ ചെയ്ത് ഷൂട്ട് ചെയ്ത്, ഈവൻ ബിഗ് ബോസ് നടത്തുന്ന ആ ടീമുണ്ടല്ലോ, ആ എൻറ്റയർ ഷോ റൺ ചെയ്യുന്ന ടീം, അവർക്ക് എന്തായാലും കൃത്യമായിട്ടുള്ളൊരു സ്ട്രാറ്റജി ഉണ്ടാകും. അവരുടെ കൂടെ സൈക്കോളജിസ്റ്റുകളുണ്ട്, അല്ലാതെ ഗെയിമും സ്ട്രാറ്റജി പ്ലാനിങ് ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ട്. അതൊക്കെ വെച്ചിട്ട് അവർക്കൊരു ഉദ്ദേശം ഉണ്ടാകും, ഇതെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം, ആളുകളെ എങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്യണം. ഞാൻ ആ വേർഡ് തന്നെയാണ് യൂസ് ചെയ്യുക. അവരെങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്ത് ഈ ഗെയിമിൻ്റെ ഭാഗമായി ഓഡിയൻസിനെ കൂടി എൻഗേജ് ചെയ്യുന്ന രീതിയിൽ ചെയ്യാമെന്നുള്ളത്. പക്ഷേ ഇതിൽ പങ്കെടുക്കുന്ന ആൾക്കാരെ സംബന്ധിച്ച് ഇവർ അൺഫിൽറ്റേർഡായിട്ട് റീടേക്കുകളൊന്നും ഇല്ലാതെ അവരുടെ ജീവിതത്തിൽ അവർ എങ്ങനെയാണോ ബിഹേവ് ചെയ്യുന്നത് അതുപോലെ നമ്മുടെ മുന്നിൽ കാണിക്കുകയാണ്. സ്വാഭാവികമായും അവർക്കിടയിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ നമുക്കതിനെ ഡ്രാമ എന്ന് വിളിക്കാം. അവർക്കിടയിൽ ഉണ്ടാകുന്ന ഡ്രാമ ഒരു ഫിൽറ്ററിങ്ങും ഇല്ലാതെ, ഒരു എഡിറ്റും ഇല്ലാതെ നമ്മൾ കാണുകയാണ്. റിയൽ ഹ്യൂമൻ ഇൻട്രാക്ഷൻ നമ്മൾ കാണുകയാണ്. അതായത്
ആളുകൾ ഒരുമിച്ച് ഒരു ഗ്രൂപ്പായി വർക്ക് ചെയ്യേണ്ടി വരുമ്പോൾ അഭിപ്രായ ഭിന്നതകളുണ്ടാവും. അതിനെക്കുറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കും. ചിലപ്പോൾ ചേരി തിരിഞ്ഞുള്ള ആക്രമണങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവും, കോൺഫ്ലിക്റ്റുകളുണ്ടാവും. നമുക്ക് നേരിട്ട് ആക്സസ് ഇല്ല പല സെലിബ്രിറ്റീസിനെയും. പിന്നെ ബിഗ് ബോസിൽ വന്നതിന് ശേഷം പലരും സെലിബ്രിറ്റീസായി മാറുകയും ചെയ്യും. അപ്പോൾ ഈ സെലിബ്രിറ്റി സ്റ്റേറ്റസിൽ നിൽക്കുന്ന ഇവരൊന്നും നമുക്ക് നേരിട്ട് അറിയില്ല, അല്ലെങ്കിൽ അവരുടെ ഇമോഷണൽ സ്റ്റേറ്റ് എന്താണ്, ഇവരെങ്ങനെയാണ് ബിഹേവ് ചെയ്യുക, ഇതൊന്നും നമുക്കറിയില്ലല്ലോ. പക്ഷേ ഇത് മുഴുവൻ നമുക്ക് അൺഫിൽറ്റർഡ് ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഇവരുടെ ബിഹേവിയർ എങ്ങനെയായിരിക്കും എന്ന് നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതായത് ഞാൻ ഇങ്ങനെയൊക്കെയാണ്, എന്നെ നിങ്ങൾ ജഡ്ജ് ചെയ്യണേ എന്ന് പറഞ്ഞ് അവർ നമ്മുടെ മുമ്പിൽ വന്ന് നിൽക്കുകയാണ്. മറ്റത് നമ്മൾ ആരെങ്കിലും ജഡ്ജ് ചെയ്താൽ നിങ്ങൾ ആരും എന്നെ ജഡ്ജ് ചെയ്യാമെന്ന് ചോദിക്കും. പക്ഷേ ഇത് നമ്മുടെ മുന്നിൽ വന്ന് നിൽക്കുക, പ്ലീസ് എന്നെ ഒന്ന് ജഡ്ജ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ പറയുന്ന പ്രശ്നങ്ങൾ, കോൺഫ്ലിക്റ്റുകൾ, ചേരിതിരിവുകൾ, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ആക്രമണങ്ങൾ, പിന്നെ ഇടയ്ക്ക് രസമുള്ള ഗെയിംസ് ഉണ്ടാവും. പക്ഷേ ഈ പറഞ്ഞ സാധനങ്ങളെ കംപ്ലീറ്റ്ലി അൺഫിൽറ്റേർഡ് ആയിട്ട് കാണാൻ പറ്റുക എന്നുള്ളത് നമ്മുടെ ചില ഇമോഷണൽ നീഡ്സിനെ, അല്ലെങ്കിൽ നമ്മുടെ ചില സൈക്കോളജിക്കൽ നീഡ്സിനെ തൃപ്തിപ്പെടുത്തുന്നതാണ്. അതെന്താണെന്നുള്ളത് നമുക്ക് വഴിയേ പറയാം. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇതിൽ ഹോസ്റ്റായിട്ട് വരുന്ന ആൾ നമ്മുടെ ലാലേട്ടൻ, അദ്ദേഹത്തിൻ്റെ ഒരു സ്ക്രീൻ പ്രസൻസ്, പുള്ളിയുടെ ഒരു പെർഫോമൻസ്, ഈവൻ ലാസ്റ്റ് സീസൺ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും പുള്ളി വരുന്ന വീക്കെൻഡ് എപ്പിസോഡ്സ് ഉണ്ട്. ആ വീക്കെൻഡ് എപ്പിസോഡ്സിൽ സംഭവിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ലാലേട്ടനെ കാണുന്നത് ഒരു മോഹൻലാൽ വന്ന് നിൽക്കുന്നു, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ലാലേട്ടൻ വന്ന് നിൽക്കുന്നു എന്നുള്ളതിനേക്കാൾ കൂടുതൽ നമുക്ക് പറയാനുള്ളത് ഇവരുടെയൊക്കെ മുഖത്ത് നോക്കി പറയാൻ വരുന്ന, നമുക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരാൾ എന്ന് പറയുന്നൊരു ഫീലാണ്. അതായത് എൻ്റെ ഉള്ളിൽ ഈ ഷോയിലെ കണ്ടസ്റ്റൻസ് കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങൾ കാണുമ്പോൾ ഫീൽ ചെയ്തത് എന്താണോ അതെനിക്ക് വേണ്ടി അവിടെ പോയി പറയുന്നയാളാണ് ലാലേട്ടൻ എന്നുള്ളതാണ്. മാത്രമല്ല ലാലേട്ടൻ എന്നെ അഡ്രസ്സ് ചെയ്തു എന്നുള്ളൊരു തോന്നൽ ആളുകളുടെ ഉള്ളിലുണ്ടാവും. പിന്നെ പുള്ളിയുടെ പെർഫോമൻസ് നല്ലതാണ്. ചില ആൾക്കാരൊക്കെ വിചാരിച്ചിരിക്കുന്നത് ലാലേട്ടൻ കുത്തിയിരുന്ന് ബിഗ് ബോസ് കാണുകയാണെങ്കിൽ 100 ദിവസം പുള്ളിക്ക് വേറെ പണിയൊന്നും ഇല്ല എന്നാണ്. പക്ഷേ പുള്ളി അവിടെ പേയ്മെൻ്റ് ഒക്കെ വാങ്ങിച്ചിട്ട് അവർ പറയുന്ന സ്ക്രിപ്റ്റിനനുസരിച്ച് സംസാരിക്കുന്ന ഒരാളാണ്. പക്ഷേ പുള്ളിയുടെ പെർഫോമൻസ് അടിപൊളിയായതുകൊണ്ട് നമുക്കിത് മനസ്സിലാവില്ല. പിന്നെ നമുക്കിതിൽ ഇടപെടാൻ പറ്റുന്നുണ്ട്. ഇവർ നമ്മളോട് ജഡ്ജ് ചെയ്തോളൂ എന്ന് പറഞ്ഞ് നമ്മുടെ മുന്നിൽ വന്ന് നിൽക്കുന്നത് നമ്മുടെ കയ്യിൽ നിന്ന് വോട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്, നമ്മുടെ സപ്പോർട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പതിയെ അവരിൽ പലരെയും നമ്മൾ വളരെയധികം ഇഷ്ടപ്പെടുകയും ആരാധിക്കുകയും നമ്മൾ തന്നെയാണ് അവർ എന്ന് ചിന്തിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ പല ആൾക്കാരെയും പുറത്ത് വെച്ച് കാണുമ്പോൾ, ഇപ്പം നമ്മൾ PR സ്റ്റണ്ട് എന്നൊക്കെ പറയും. ഇപ്പോൾ റോബിനെയൊക്കെ ആണെങ്കിലും ഈ എയർപോർട്ടിലൊക്കെ വെച്ച് കാണുന്ന സമയത്ത് കയ്യിൽ നിന്ന് പോയതുപോലെ റിയാക്ട് ചെയ്യുന്ന ആളുകൾ ഉണ്ടാകുന്നത്, ഈ റോബിന് ഇയാളെ അറിയില്ല, പക്ഷേ ഇവർക്ക് റോബിനോട് ഭയങ്കര സ്നേഹം. ഇത് കുറേ കാലം കൊണ്ട് അങ്ങ് ഡെവലപ്പായിട്ട് റോബിൻ എന്നെ അറിയാം എന്ന് പറയുന്നൊരു ഫീല് ഈ ആളുകൾക്കുണ്ടായി. ഇത് പാർട്ടിസിപ്പൻസിൽ പലരോടും ആളുകൾക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങും. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ വോട്ട് ചെയ്ത് വിജയിപ്പിക്കാൻ ശ്രമിക്കുന്നത്. നമ്മളൊരു പാർട്ടിസിപ്പൻറ്റിന് വേണ്ടി സ്വന്തം അച്ഛനോടും അമ്മയോടും വരെ വഴക്കിടുന്ന സാഹചര്യത്തിലേക്കൊക്കെ വരുന്നത് ഈ പറയുന്നൊരു ഇൻറ്റിമസി, നമുക്കിതിനകത്ത് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്, നമുക്കിതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളതുകൊണ്ടാണ്. പിന്നെ വലിയ പ്രാധാന്യമൊന്നും ഇല്ലെങ്കിലും കാണാൻ രസമുള്ള കുറച്ച് ഗെയിംസൊക്കെ കിട്ടും. ഇതൊക്കെ നമ്മൾ എന്തെങ്കിലും ഒരു പാർട്ടിയോ പരിപാടിയൊക്കെ നടത്തുന്ന സമയത്ത് നമുക്ക് ഉപയോഗിക്കാവുന്ന ഗെയിം ഐഡിയാസാണ്. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ കൊണ്ട് ആളുകൾ ഇതിരുന്ന് കാണും. ഇവർ ടാർഗറ്റ് ചെയ്യുന്ന ഒരു മെയിൻ ഓഡിയൻസ്, ഇപ്പം ബിഗ് ബോസിൽ ഇതുവരെ വന്നിട്ടുള്ള വിന്നേഴ്സിൻ്റെ ഒരു പാറ്റേൺ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, കൂടുതൽ ഒരു ഗ്രൗണ്ട് സപ്പോർട്ട് കിട്ടിയിട്ടുള്ള ആളുകളെ നമ്മൾ എടുത്ത് നോക്കിയാൽ നമുക്ക് തന്നെ ഊഹിച്ചെടുക്കാൻ പറ്റുന്ന ഇതിൻ്റെ ഒരു വലിയ ഓഡിയൻസ് എന്ന് പറയുന്നത് സീരിയലൊക്കെ കാണുന്ന, അതിലെ കഥാപാത്രങ്ങളെ റിയലായി കണ്ട് ഇഷ്ടപ്പെടുകയും അവരോട് ഭയങ്കരമായി റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന, അവരോട് സംസാരിക്കുന്ന, അതായത് സീരിയൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ മുന്നിരിക്കുന്ന ക്യാരക്ടറിനോട് വരെ സംസാരിക്കുന്ന ലെവലിലേക്കൊക്കെ പോകുന്ന അങ്ങനത്തെ ഒരു സീരിയലിനെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ആ ഒരു ഓഡിയൻസ് ഉണ്ട്. അവർക്ക് വേണ്ടിയാണ് പ്രൈമറിലി ഈ ഷോ ഡിസൈൻ ചെയ്യപ്പെട്ടതെന്നുള്ളത് നമുക്ക് ഏകദേശം മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ ആളുകൾക്ക് കിട്ടുന്ന സപ്പോർട്ടും കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ. കാര്യം ചില സ്റ്റീരിയോ ടൈപ്പ് ക്യാരക്ടേഴ്സ് ഉണ്ട്. ഇപ്പോൾ കുലസ്ത്രീ ആയിട്ടുള്ളൊരു പെൺകുട്ടി ഈ സാരി എടുത്ത് വട്ടപ്പൊട്ടും ഇട്ട് വരണമെന്നൊന്നുമില്ല, പക്ഷേ ഒരു നല്ല കുടുംബത്തിൽ ജനിച്ച എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിൽ വരുത്താൻ പറ്റുന്നൊരു പെൺകുട്ടി ഉണ്ടെങ്കിൽ അവൾക്ക് കൂടുതൽ സപ്പോർട്ട് കിട്ടും. അതുപോലെ കുറച്ച് അഗ്രസീവായിട്ടുള്ള ഞാനൊരാണാടാ എന്ന് പറഞ്ഞ് നെഞ്ചും വിരിച്ച് നിൽക്കുന്ന, ഒരുപാട് ബഹളം ഉണ്ടാക്കുന്ന ആണുങ്ങൾക്കൊരു സപ്പോർട്ട് കിട്ടുന്നു. ഇതൊക്കെ ഈ പറയുന്നൊരു കാറ്റഗറി വളരെയധികം സപ്പോർട്ട് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ഇതിനകത്തുണ്ടാവുന്ന കോൺഫ്ലിക്റ്റുകളും ചർച്ചകളും കുറച്ച് യങ് ആയിട്ടുള്ള, കുറച്ച് സീരിയസ് ആയിട്ടുള്ള ഡിസ്കഷൻ ആഗ്രഹിക്കുന്ന ആൾക്കാരെയും അട്രാക്ട് ചെയ്യും. ഇപ്പോൾ നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാം, കുറച്ച് സ്ത്രീകൾ, കുറച്ച് പുരുഷന്മാർ, അതിനോടൊപ്പം കുറച്ച് ക്യൂർ ആയിട്ടുള്ള ആളുകളെയും കൂടി ഇതിൽ ഇൻക്ലൂഡ് ചെയ്യും. ഷോയുടെ ഒരു ഇൻക്ലൂസീവ് നേച്ചർ ആണെന്നൊക്കെ അവർ പറയും. പക്ഷേ അത് അത്ര ഇൻക്ലൂസീവ് നേച്ചർ അല്ല എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ മുന്നിലുള്ള ഉദാഹരണം, ക്യൂർ കമ്മ്യൂണിറ്റിയിൽ നിന്ന് ഒരാൾ വരുമ്പോൾ ക്യൂർ കമ്മ്യൂണിറ്റി ഫേക്കാണ് എന്ന് പറയുന്ന ഒരാളെ കൃത്യമായിട്ട് അവരവിടെ പ്ലേസ് ചെയ്യും. ചിലപ്പോൾ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ തന്നെ അവിടെ പ്ലേസ് ചെയ്യും. കുലസ്ത്രീ ആയിട്ട് എന്ന് വെച്ചാൽ രാവിലെ എണീറ്റ് കുളിച്ച് കുറിയും തൊട്ട് പ്രാർത്ഥിച്ച് ഭർത്താവിൻ്റെയും അമ്മായച്ചൻ്റെയും കാല് തൊട്ട് തൊഴുതിട്ടേ ഞാൻ ദിവസം ആരംഭിക്കുള്ളൂ എന്ന് പറയുന്ന ഒരു സ്ത്രീയെ പ്ലേസ് ചെയ്യുമ്പോൾ അവരുടെ നേരെ ഓപ്പോസിറ്റായിട്ട് നിങ്ങൾ എന്ത് തേങ്ങയായി കാണിക്കുന്നു എന്ന് ചോദിക്കുന്ന ഒരു പെൺകുട്ടിയെ പ്ലേസ് ചെയ്യും. അങ്ങനെ കൃത്യമായിട്ടുള്ള കോൺഫ്ലിക്റ്റുകളും പ്രശ്നങ്ങളും ഉണ്ടാകത്തക്ക രീതിയിലുള്ള ടീമിനെയാണ് ഇവർ സെലക്ട് ചെയ്യുക. സ്വാഭാവികമായും ഇവർക്കിടയിൽ വഴക്കുണ്ടാകും. ഈ വഴക്കിനെ വഴക്കായിട്ട് തന്നെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ സീരിയലൊക്കെ കാണുന്ന ഒരു വലിയ വിഭാഗം സ്വീകരിക്കുന്നുണ്ടാവുക. അവരിതൊക്കെ കണ്ടിട്ട് സീരിയലിലെ ക്യാരക്ടേഴ്സ് അടി ഉണ്ടാക്കുന്നത് അതിനെ ഒക്കെ
കൺസീവ് ചെയ്യുന്നത് പോലെ ഇതിനെ കൺസീവ് ചെയ്യും. പക്ഷേ ഇവരങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുന്ന ചോദ്യങ്ങളിലെ സീരിയസ് ആയിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. ഇത് റീലുകളായും ഷോർട്സായും യൂട്യൂബിലെ ഡിസ്കഷൻ വീഡിയോസായിട്ടും ഒക്കെ പിന്നീട് മറ്റ് ആളുകളിലേക്കും കൂടി എത്തും. അങ്ങനെ ഈ ഷോ ഒരു മാസ് ഓഡിയൻസിലേക്ക് എത്താൻ എക്യുപ്ഡ് ആവുന്നൊരു ഷോയാണ്. പിന്നെ ഇതിനകത്ത് ആളുകൾ കാണിച്ചു കൂട്ടുന്ന അവരുടെ കുറേ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഇമോഷണലി ഇതിൽ ഹുക്കാവുന്ന കുറച്ച് ആളുകളുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സീരിയൽ കാണുന്ന സമയത്ത് എന്നാലും എൻ്റെ ദീപ്തി മോളെ അവ ചതിച്ചല്ലോ എന്ന് പറയുന്ന അതേ ഇമോഷനോടുകൂടി തന്നെയാണ് എന്നാലും എൻ്റെ കുഞ്ഞിനെ അവരെല്ലാവരും കൂടി ഒറ്റപ്പെടുത്തുകയാണല്ലോ എന്ന് പറഞ്ഞ് കരയുന്ന ആളുകളുണ്ട്. അങ്ങനെ ഇമോഷണലി കണക്റ്റ് ആവുന്നു. അതുപോലെ സൈക്കോളജിക്കലി ഭയങ്കരമായിട്ട് ഇതിൽ ഹുക്ഡ് ആവുന്നുണ്ട് ആളുകൾ. അതിൻ്റെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് കടക്കണമെന്നുണ്ടെങ്കിൽ ഒരു ഒളിഞ്ഞു നോക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. അപ്പുറത്തെ വീട്ടിൽ എന്താണ് നടക്കുന്നത് എന്നറിയാൻ വേണ്ടിയിട്ടുള്ള ആളുകളുടെ വലിയൊരു വിഭാഗം ആളുകളുടെ ഒരു വൻ ക്യൂരിയോസിറ്റി ഉണ്ട്. ആ ക്യൂരിയോസിറ്റിയെ ലീഗലായി നമ്മൾ സമൂഹത്തിൽ നോക്കുമ്പോൾ ആരും നമ്മളോട് അയ്യേ നീ എങ്ങാനും ഒളിഞ്ഞു നോക്കാൻ പോയല്ലോ എന്നൊരു ചോദ്യം കേൾപ്പിക്കാത്ത രീതിയിൽ ചെയ്യാൻ പറ്റുന്ന അങ്ങനെ നമ്മളെ സഹായിക്കുന്ന ഒരു ഷോയാണ് ബിഗ് ബോസ്. അതായത് കുറച്ച് ആൺകുട്ടികളും പെൺകുട്ടികളും കൂടി ഒരു മുറിയിൽ കയറി കഥകടച്ചിരിക്കുകയാണെങ്കിൽ എന്തായിരിക്കും ആ മുറിയിൽ സംഭവിക്കുന്നത് എന്നറിയാൻ വേണ്ടി ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന അങ്ങനത്തെ കുറച്ച് ആളുകളുണ്ടല്ലോ. അവരവിടെ പോയി ഒളിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ അകത്തിരിക്കുന്നവർ ചോദിക്കും തനിക്കൊന്നും നാണോ ഇല്ലടോ ബാക്കിയുള്ളവൻ്റെ ജീവിതത്തിലേക്ക് നുഴഞ്ഞു കയറാൻ. പുറമേ നിൽക്കുന്ന മാന്യരെന്ന് തോന്നിപ്പിക്കുന്ന ആളുകൾ പറയും എന്നാലും നിങ്ങൾ അവിടെ കയറി നോക്കിയത് ശരിയായില്ല. പക്ഷേ ഈ അകത്തിരിക്കുന്ന ആളുകളും പുറത്തിരിക്കുന്ന ആളുകളും അതായത് സോഷ്യലി അക്സെപ്റ്റ് ചെയ്യുന്ന എല്ലാവരും അക്സെപ്റ്റ് ചെയ്യുകയാണ്. നിങ്ങൾ ആ മുറിയിലേക്ക് നോക്കൂ, അവിടെ നടക്കുന്ന ചർച്ചകളൊക്കെ കാണൂ, അവരൊക്കെ എന്താ ചെയ്യുന്നതെന്ന് നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ വിലയിരുത്തൂ എന്ന് പറഞ്ഞ് സോഷ്യലി അക്സെപ്റ്റഡായ രീതിയിൽ ഒളിഞ്ഞു നോക്കാനുള്ള അവസരം തരുന്നു എന്നുള്ളത് ബിഗ് ബോസ് ആളുകളിലേക്ക് വളരെയധികം ഹിറ്റായി മാറാനുള്ളൊരു കാരണമായിട്ട് മാറുകയാണ്. ഞാൻ പറയുന്നത് ഇതൊരു ഭയങ്കര മോശം ടെൻഡൻസി എന്നുള്ള രീതിയിലല്ല. അത് മോശമാവുന്നത് സോഷ്യലി അക്സെപ്റ്റ് ചെയ്യാത്ത രീതികളിൽ. ഇപ്പോൾ ഒരു കുളിമുറി പോയി ഒളിഞ്ഞു നോക്കുന്നത് വളരെ മോശമായിട്ടുള്ളൊരു കാര്യമാണ്. ആ കുളിമുറിക്ക് അകത്ത് നിൽക്കുന്ന ആൾക്ക് ആജീവനാന്ത ട്രോമ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന കാര്യമാണ്. അത് ചെയ്യുന്നത് നമുക്ക് ഒരു തരത്തിലും അംഗീകരിക്കാൻ പറ്റില്ല. അതിനെ തമാശയായി കാണുന്നതും നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. പക്ഷേ ബിഗ് ബോസിൽ ഒരു മുറിക്കകത്ത് ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും കൂടിയിരുന്ന് അവരുടെ ഒരു സ്വകാര്യ സംഭാഷണത്തിനിടയിൽ ചിലപ്പോൾ ഒരു പ്രേമത്തിനെക്കുറിച്ച്, ഇതൊക്കെ ഒരു സ്ട്രാറ്റജിയാണ്, എന്നാൽ പോലും അവർ പ്രേമത്തിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ എന്താണ് എന്നുള്ള രീതിയിൽ അത് കുത്തിയിരുന്ന് കേൾക്കാനുള്ള സ്വാതന്ത്ര്യം സോഷ്യലി അക്സെപ്റ്റഡ് ആയ രീതിയിൽ നമുക്ക് അനുവദിച്ച് കിട്ടുകയാണ്. ഇത് കുറേ ആളുകൾ അറിഞ്ഞും അറിയാതെയും നല്ലോണം എൻജോയ് ചെയ്യുന്നുണ്ട്. വേറെ കുറച്ച് ആളുകൾക്ക് അവർക്ക് ഈ ഒളിഞ്ഞു നോട്ടമൊന്നുമല്ല, ഇപ്പം ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്വഭാവങ്ങളുള്ള ആളുകളെയാണ് ഇവർ ബിഗ് ബോസ് ഹൗസിലേക്ക് സെലക്ട് ചെയ്യുക. അങ്ങനെ ഡിഫറെൻറ്റ് സ്വഭാവമുള്ള ആളുകൾ ഒരുമിച്ച് ചേരുമ്പോൾ സംഭവിക്കുന്ന ചിലപ്പോൾ കൾച്ചറൽ എക്സ്ചേഞ്ച് ഉണ്ടാകും. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മനസ്സിലാക്കുന്ന, അങ്ങോട്ടും ഇങ്ങോട്ടും പറയുകയും പെരുമാറുകയും ചെയ്യുന്നത്. അതുപോലെ ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷൻ ഉണ്ടാകുമ്പോൾ, ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകുമ്പോൾ ഇവരെങ്ങനെയാണ് ഇത് ഡീൽ ചെയ്തത്, അല്ലെങ്കിൽ ഏതാണ് കുറച്ചും കൂടി മെച്ചപ്പെട്ട രീതി എന്നൊക്കെ അനലൈസ് ചെയ്യാൻ വേണ്ടി ഇത് കാണുന്ന ഒരു ചെറിയ വിഭാഗമുണ്ട് എന്നെനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലാബിൽ നമ്മൾ ചെറിയ ഈ എലിക്കുഞ്ഞുങ്ങളെയും പന്നിക്കുഞ്ഞുങ്ങളെയൊക്കെ വളർത്തിയിട്ട് അവർക്ക് നമ്മൾ ഇഞ്ചക്ഷൻ കൊടുത്തും മരുന്ന് കൊടുത്തും ഒക്കെ ചെക്ക് ചെയ്യുമല്ലോ എന്ന് പറയുന്ന പോലെ നമുക്കിതിനൊരു ഒരു സ്റ്റഡി ആയിട്ട് വേണമെങ്കിൽ കാണാം. മാത്രമല്ല ആളുകൾ ഒരുമിച്ച് ചേരുമ്പോൾ സംഭവിക്കുന്ന ഒരു കാര്യം, ഒന്ന് ബന്ധങ്ങളുണ്ടാവും. ബന്ധങ്ങൾ പല രീതിയിലുണ്ടാവും. സൗഹൃദങ്ങളുണ്ടാവും, പ്രണയങ്ങളുണ്ടാവും, സ്ട്രാറ്റജിയുടെ ഒക്കെ ഭാഗമായിട്ട് പലതരം ബന്ധങ്ങളുണ്ടാവും. അപ്പോൾ ഈ ബന്ധങ്ങളെ നമുക്ക് പുറത്തുനിന്ന് പഠിക്കാൻ പറ്റും. എന്ന് വെച്ചാൽ ഈ ബിഗ് ബോസ് ഹൗസിൽ വന്നതിന് ശേഷം മാത്രം തമ്മിൽ കണ്ടിട്ടുള്ള, അല്ല എങ്കിൽ ചിലപ്പോൾ ഒരിക്കലും തമ്മിൽ കണ്ടുമുട്ടിയിട്ടുണ്ടാവാൻ സാധ്യതയില്ലാത്ത, അതായത് രണ്ടുപേരുടെയും പാത്ത് രണ്ട് വഴിയായിരിക്കും. അവർ തമ്മിൽ കൂട്ടിമുട്ടാനുള്ള ഒരു സാധ്യത ഉണ്ടാവില്ല. പക്ഷേ ഇവിടെ വെച്ച് കണ്ടുമുട്ടിയപ്പോൾ അവർ തമ്മിൽ കൂട്ടിമുട്ടുകയും അവർക്കിടയിൽ ഒരു ബന്ധം ഉരുത്തിരിഞ്ഞ് വരികയും ചെയ്തു. അപ്പോൾ ഇതിനെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത് എങ്ങനെയാണ് വർക്കാവുന്നത്. പിന്നെ കുറച്ച് ആളുകൾക്ക് പുറകിൽ നിന്ന് കുത്തുന്നതാണ് ഇഷ്ടം. ചതികൾ ഏതൊക്കെ വഴി വരും എന്നൊക്കെയുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ഇന്ന ഉദ്ദേശത്തിലായിരിക്കും എന്നൊക്കെയുള്ള രീതിയിൽ ഇതിനെ അനലൈസ് ചെയ്ത് കാണുന്ന ആളുകളുണ്ട്. ഇതിനെ പോസിറ്റീവ് വേ അല്ല നെഗറ്റീവ് വേസിലും ഉണ്ട്. മാത്രമല്ല ഈ ബിഗ് ബോസ് ഹൗസിൽ വരുന്ന ചില ആളുകൾക്ക് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ തന്നെ സ്വഭാവങ്ങളുള്ളതായിട്ട് ചിലപ്പോൾ നമുക്ക് ഫീൽ ചെയ്യും. അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷനിൽ നമ്മൾ എങ്ങനെയാണോ ബിഹേവ് ചെയ്യുന്നത്, അതായത് ഒരു ആർട്ടിസ്റ്റിനായിരിക്കും നമ്മൾ ചിലപ്പോൾ ഈ ബിഗ് ബോസ് ഹൗസിൽ കാണുന്നുണ്ടാവുക. അയാൾ ബിഹേവ് ചെയ്യുന്ന അല്ലെങ്കിൽ അയാൾ പറഞ്ഞുകൊണ്ട് നടക്കുന്ന ചില വാല്യൂസ് നമ്മളുമായിട്ട് നമുക്ക് വളരെയധികം റിലേറ്റ് ചെയ്യാൻ പറ്റും. ആ ഒരു റിലേറ്റബിൾ ഫാക്ടർ ചെറിയൊരു ഇഷ്ടമായിട്ട് മാറും. അയാളോട് നമുക്കൊരു ആരാധനയോ ഇഷ്ടമോ അല്ലെങ്കിൽ നമ്മൾ തന്നെയാണ് അവർ എന്ന് പറയുന്ന പോലത്തെ ഒരു ഫീലൊക്കെ ഉണ്ടാവും. നമുക്കിതിൻ്റെ അകത്ത് കയറാൻ പറ്റിയില്ല. അല്ലെങ്കിൽ ഇങ്ങനൊരു കോൺഫ്ലിക്റ്റ് സ്വന്തം ജീവിതത്തിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ, ഇപ്പോൾ റോബിനും റിയാസ് സലീമും തമ്മിലുള്ള ഒരു ഫൈറ്റ് എടുത്ത് നോക്കും. റിയാസ് സലീമിൻ്റെ വാല്യൂസ് ഉള്ളിൽ കൊണ്ടു നടക്കുന്ന, ചിലപ്പോൾ റിയാസിനെ പോലെ സംസാരിക്കാൻ പറ്റാത്ത ഒരാളുണ്ടാവും. ഈ റോബിനെ പോലെ ഒരാളൊക്കെ മുന്നിൽ വന്ന് നിന്ന് കഴിഞ്ഞാൽ അങ്ങനെ സംസാരിച്ച് ജയിക്കാൻ പറ്റേണ്ടതാണ്. പക്ഷേ എല്ലാവർക്കും അങ്ങനെ പറ്റില്ലല്ലോ. ചിലപ്പോൾ ഒരു ഇൻട്രോവേർട്ടായിട്ടുള്ള ആളായിരിക്കും, ഉള്ളിൽ ഒരുപാട് ആശയങ്ങളും എല്ലാ ചോദ്യത്തിനും തർക്കുത്തരം കൊടുക്കാൻ പറ്റുന്ന ആളുമായിരിക്കും. പക്ഷേ അങ്ങോട്ട് വരാത്ത ചില ആളുകളുണ്ടാവും. പക്ഷേ റിയാസ് സലീമിൻ്റെ ക്യാരക്ടറുമായിട്ട് അയാളുടെ വാല്യൂസുമായിട്ട് വളരെയധികം ചേർന്ന് നിൽക്കും. അപ്പോൾ അയാൾ അവിടെ പെർഫോം ചെയ്യുന്നത് കാണുമ്പോൾ ഞാനാണ് അവിടെ പെർഫോം ചെയ്യുന്നത് എന്ന് പറയുന്ന പോലത്തെ ഒരു ഫീൽ ഉണ്ടാവും. അത് കൊടുക്കുന്നൊരു കോൺഫിഡൻസ് ഉണ്ട്, അത് കൊടുക്കുന്നൊരു ഹൈ ഉണ്ട്. അതിനുവേണ്ടി ഈ പ്രോഗ്രാം കാണുന്ന ആളുകളുണ്ട്. മാത്രമല്ല
ഇവർ തിരിച്ചെങ്ങനെയാണ് നമ്മളെ ഇഷ്ടപ്പെടുന്നത് നമ്മൾ ആലോചിക്കുന്നില്ല. നമുക്കങ്ങോട്ട് സ്നേഹം വരിക. ഇപ്പോൾ ചില സ്കൂളിലൊക്കെ പഠിക്കുന്ന പിള്ളേർ സെറ്റ്, ഇപ്പോൾ എനിക്കൊക്കെ ഫീൽ ചെയ്തിട്ടുണ്ട്, നമുക്കൊരു വൺ സൈഡ് പ്രേമം തോന്നും. ആ പെൺകുട്ടിയോട് എനിക്കൊരു ഇഷ്ടമുണ്ട്, അവൾക്ക് തിരിച്ച് എന്നോടൊരു തേങ്ങയും ഉണ്ടാവില്ല, ഞാൻ എക്സിസ്റ്റ് ചെയ്യുന്നത് പോലും അവൾ അറിഞ്ഞിട്ടുണ്ടാവില്ല. പക്ഷേ എനിക്ക് അവളോട് ഇഷ്ടമുള്ള അത്രയും സമയവും ഞങ്ങൾ പ്രേമിച്ച് നടക്കുന്നു എന്ന് പറയുന്ന പോലത്തെ ഒരു ഫീൽ എൻ്റെ ഉള്ളിലുണ്ടാവും. അതായത് അയാളെ ഞാൻ എൻ്റെ കാമുകിയായി അക്സെപ്റ്റ് ചെയ്തു. ഞാൻ ഉറങ്ങിക്കിടക്കുമ്പോൾ ആലോചിക്കുന്ന മുഴുവൻ ഞങ്ങൾ ഒരുമിച്ച് പാട്ടും പാടി ഡാൻസ് കളിച്ച് നടക്കുന്നതാണ്. ഇത് ആ പുള്ളി അറിയുന്നില്ല, പക്ഷേ എനിക്കങ്ങനെ ഉണ്ടാവും. ആ ഇഷ്ടം അതുപോലെ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആളുകൾ തയ്യാറാവും. ഈ പറയുന്ന സെലിബ്രിറ്റീസ് ഒത്തുകൂടുന്ന സ്ഥലങ്ങളിൽ ആളുകൾ റിയാക്ട് ചെയ്യുന്ന രീതി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. വളരെ ബ്ലൈൻഡായിട്ട് നമ്മൾ അതിനെ അങ്ങ് വിശ്വസിക്കുകയാണ്. ആ ഒരു ഇമോഷനിൽ ഇവരെല്ലാം സ്വയം മുങ്ങി താഴുകയാണ്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് എവിക്ഷൻ നടക്കുന്ന ദിവസങ്ങൾ. ആ ദിവസങ്ങളിൽ ആളുകളുടെ ഇമോഷൻസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പീക്കായിരിക്കും. ഇപ്പോൾ എനിക്കിഷ്ടമുള്ള, ഞാൻ ഈ പറയുന്ന ഒരു ഇഷ്ടം എനിക്ക് കുറേ എപ്പിസോഡ്സിലൂടെ ഡെവലപ്പായിട്ടുള്ള ഒരു കണ്ടസ്റ്റൻ്റ് ഉണ്ടാവും. ചിലപ്പോൾ ഞാൻ എല്ലാ എപ്പിസോഡ്സും നിന്ന് കണ്ടിട്ടുണ്ടാവില്ല. ഇയാളുടെ ചില ബിറ്റ്സ് ആൻഡ് പീസസ് ചിലപ്പോൾ ഷോർട്സ് ആയിട്ട് റീൽസ് ആയിട്ടൊക്കെ കണ്ടിട്ടുണ്ടാവും. അങ്ങനെയൊക്കെ കണ്ട് ഇയാൾ പറയുന്നതൊക്കെ കൊള്ളാം, ഞാൻ പറയുന്ന പോലെ അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെടുന്നത് പോലെ, അപ്പോൾ എനിക്ക് ഇയാളെ ഇഷ്ടമാണ് എന്നുണ്ടാവും. പക്ഷേ ഇയാൾ ഔട്ടാവുന്ന ദിവസം ചിലപ്പോൾ പിടിവിട്ടു പോകും. കാര്യം അവിടെ റിജക്റ്റ് ചെയ്യപ്പെടുന്നത് അയാളെ ആണ്, അല്ലെങ്കിൽ ഒരു പ്ലെയറെയാണ് എന്നല്ല ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ആളെ ആലോചിക്കുന്നത്. ഞാനാണ് അവിടെ ഔട്ടായത്, എൻ്റെ വാല്യൂസാണ് അവിടെ ഡീവാല്യൂ ചെയ്യപ്പെട്ടത് എന്ന് പറയുന്ന പോലത്തെ ഒരു ഫീലാണ് ഉണ്ടാവുക. ഇത് ഒരാളെ ഭയങ്കര ഡിപ്രസ്ഡ് ആക്കും, അല്ലെങ്കിൽ ഭയങ്കര ദേഷ്യത്തിലാക്കും. ഇതേ കാര്യം നമ്മൾ ഇഷ്ടപ്പെടുന്ന കണ്ടസ്റ്റൻറ്റ് ജയിക്കുന്ന സമയത്തും ഉണ്ടാവും. രക്ഷപ്പെട്ടു, അടിപൊളി, ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ, അത് അങ്ങനെ വരുള്ളൂ. കാര്യം നമ്മുടെ വാല്യൂസും കൂടിയാണ് അവിടെ അക്സെപ്റ്റ് ചെയ്യപ്പെടുന്നത്. അല്ലെങ്കിൽ നമ്മളെ ആസ് എ വ്യക്തി ചിലപ്പോൾ ജീവിതത്തിൽ വേറെ ആരും അംഗീകരിച്ചിട്ടുണ്ടാവില്ല, പക്ഷേ ഇവിടെ അംഗീകരിക്കപ്പെട്ടു. അത് കിട്ടുന്ന അത് കൊടുക്കുന്ന ഒരു ഹൈ ഉണ്ട്. അതിൻ്റെ എക്സ്പ്രഷനാണ് ഈ ആളുകളെ കാണുമ്പോൾ വളരെ വലിയൊരു സ്നേഹപ്രകടനമായിട്ട് മാറുന്നത്. ജഡ്ജ് ചെയ്യാനും കമ്പയർ ചെയ്യാനും കിട്ടുന്ന അവസരങ്ങൾ ഒരു മനുഷ്യനെ സംബന്ധിച്ച് വളരെയധികം സന്തോഷം നൽകുന്ന കാര്യങ്ങളാണ്. പ്രത്യേകിച്ച് നമ്മുടെയൊക്കെ കൾച്ചറൽ ഒരു ബാക്ക്ഡ്രോപ്പിൽ നിന്നിട്ടായിരിക്കും നമ്മൾ ഈ ജഡ്ജ്മെൻ്റ് എല്ലാം നടത്തുക. ബിഗ് ബോസിലേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്രാവശ്യത്തെ മത്സരമൊക്കെ തുടങ്ങിക്കഴിഞ്ഞ് കണ്ടസ്റ്റൻസൊക്കെ ആരൊക്കെയാണ് എന്നറിഞ്ഞു കഴിഞ്ഞ് നിങ്ങളൊരാളെ ഇഷ്ടപ്പെടാനോ ഇഷ്ടപ്പെടാതിരിക്കാനോ ഒക്കെ തുടങ്ങുന്ന സമയത്ത് ഈ പറഞ്ഞ കാര്യങ്ങളും കൂടി ജസ്റ്റ് ഒന്ന് മനസ്സിൽ വെക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ ജഡ്ജ് ചെയ്യുന്നത് എന്തിൻ്റെ പേരിലാണ് എന്ന് ആലോചിച്ച് നോക്കുന്നത് വളരെ നന്നായിരിക്കും. അയാളുടെ ഡ്രസ്സിങ് സ്റ്റൈലും ബിഗ് ബോസ് ഷോയ്ക്കകത്ത് അയാൾ പറയുന്ന ചില കാര്യങ്ങളും മാത്രം വെച്ചിട്ടാണെങ്കിൽ ജസ്റ്റ് ഒന്ന് റിവേഴ്സായിട്ടൊന്ന് ആലോചിച്ച് നോക്കാം. നമ്മൾ ആളുകളെ ജഡ്ജ് ചെയ്യുന്നത് നമ്മുടെ ഒരു മോറൽ വാല്യൂസും അതിൻ്റെ ഒരു ബാക്ക്ഡ്രോപ്പിൽ നിന്നിട്ടായിരിക്കും. അതിൽ ഏറ്റവും കൂടുതൽ ജഡ്ജ് ചെയ്യപ്പെടാൻ സാധ്യതയുള്ളത് സ്ത്രീകളായിരിക്കും. സ്ത്രീകൾ എന്നല്ല ഞാൻ പറയുന്നത്, പുരുഷന്മാരല്ലാത്ത ആളുകളായിരിക്കും. ഈ ക്യൂർ കമ്മ്യൂണിറ്റിയിൽ നിന്ന് വരുന്ന ആളുകളെയും അതുപോലെ തന്നെ സ്ത്രീകളെയും ജഡ്ജ് ചെയ്യാൻ ആളുകൾക്ക് ഭയങ്കര എളുപ്പമാണ്. അതിൻ്റെ ഒരു വലിയ ഉദാഹരണം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ ബിഗ് ബോസ് സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോഴേക്കും ഒരു കുലസ്ത്രീ ഉണ്ടാവും, ഒന്നിലധികം കുലസ്ത്രീകളുണ്ടാവും. അതിലൊരു മാതൃത്വ കുലസ്ത്രീ ഉണ്ടാവും. പുള്ളിക്കാരുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ സാരിയൊക്കെ ഉടുത്ത് പൊട്ടൊക്കെ തൊട്ട് ആരെങ്കിലും ഒന്നോ രണ്ടോ ആൾക്കാരെയൊക്കെ സ്വന്തം മക്കളായി അങ്ങ് കാണും. പിന്നെ അവരുടെ മെയിൻ ജോലി എന്ന് പറയുന്നത് അടുക്കളയിൽ കയറി കുക്ക് ചെയ്യുക എന്നുള്ളതായിരിക്കും. അങ്ങനെ കുക്ക് ചെയ്ത് അവരൊരു അമ്മ ഫിഗറായിട്ട് അവിടെ നിൽക്കും. അത് ആക്ച്വലി വളരെ സേഫാണ്. ഒന്ന്, നല്ല ഭക്ഷണം കിട്ടുന്നതുകൊണ്ടും ആവശ്യത്തിന് സ്നേഹം കിട്ടുന്നതുകൊണ്ടും ഇവരാരും ഇവരെ പിടിച്ച് എലിമിനേഷനിൽ കൊണ്ടിട്ടില്ല. രണ്ട്, അവരൊരു നല്ല സ്ത്രീയല്ലേ എന്ന് വിചാരിച്ചിട്ട് പ്രേക്ഷകരും അവരെ എലിമിനേറ്റ് ചെയ്യപ്പെടണമെന്ന് ആഗ്രഹിക്കില്ല. മറ്റൊരു സെറ്റ് ഓഫ് കുലസ്ത്രീ അവർ കുക്കിങ്ങിന് വലിയ പ്രാധാന്യം കൊടുത്തിട്ടില്ലെങ്കിൽ പോലും അവരുടെ ഒരു ഡ്രസ്സിങ് സ്റ്റൈലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അതായത് പുറത്ത് പലതരം ഡ്രസ്സിങ് സ്റ്റൈൽസ് ചെയ്യുന്ന ആളുകളായിരിക്കും. പക്ഷേ ബിഗ് ബോസിൽ കയറി കഴിഞ്ഞാൽ നേരെ ചുരിദാറിലേക്ക് മാറും. പരമാവധി കുർത്തയാണ്. അതും ഡ്രസ്സൊക്കെ ഇങ്ങനെ എപ്പോഴും ശ്രദ്ധിച്ചൊക്കെ ഇരിക്കും. ഞാൻ പുറത്തൊന്നും അങ്ങനത്തെ ഡ്രസ്സ് ഇടില്ലടാ എന്ന് പ്രത്യേകം എടുത്ത് പറയും. 6 മണി കഴിഞ്ഞാൽ ഞാൻ എൻ്റെ വീട്ടിൽ തന്നെ ഇരിക്കും. കാര്യം 6 മണി കഴിഞ്ഞാൽ കൊതുക് കുത്തുമല്ലോ. ഇങ്ങനെയൊക്കെയുള്ള കുറേ സാധനങ്ങൾ ഇവർ കയ്യിൽ നിന്ന് ഇട്ടുകൊണ്ടിരിക്കും. അങ്ങനെ ഇട്ടിട്ട് മോഡേൺ ആയിട്ട് നടക്കുന്നുണ്ടെങ്കിലും ശരിക്കും ഞാൻ ഒരു കുലസ്ത്രീയാണ് എന്ന് പറഞ്ഞ ഇമേജ് ഉണ്ടാക്കുന്ന മറ്റൊരു സെറ്റ് ഓഫ് കുലസ്ത്രീകളുണ്ട്. ഈ കുലസ്ത്രീകളെ പെട്ടെന്നൊന്നും ആളുകൾ എലിമിനേറ്റ് ചെയ്ത് വിടില്ല. എന്നാൽ അതേസമയം കുറച്ചുകൂടി സ്ട്രോങ് ആയി തൻ്റെ അഭിപ്രായങ്ങൾ പറയുന്ന, തൻ്റെ സെക്ഷുവാലിറ്റിയിൽ വളരെ കോൺഫിഡൻ്റ് ആയിട്ടുള്ള, അതായത് എനിക്ക് ഈ ഡ്രസ്സ് ധരിക്കാൻ ഇഷ്ടമാണ്, അത് എനിക്ക് കൂടുതൽ സൗന്ദര്യം തരുന്നു, അല്ലെങ്കിൽ എന്നെ കൂടുതൽ എൻ്റെ ആറ്റിറ്റ്യൂഡിനെ എൻ്റെ ക്യാരക്ടറിനെ പ്രൊജക്റ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു, ഞാനിങ്ങനെ ധരിക്കുന്നു, നിങ്ങൾക്ക് എന്താ കുഴപ്പം? പിന്നെ വേറൊരു പ്രധാനപ്പെട്ട സാധനമുണ്ട് കേട്ടോ, ലാംഗ്വേജ്. നിങ്ങൾ വളരെ സ്ട്രോങ് ആയ വാക്കുകൾ ഉപയോഗിക്കുക, പുരോഗമന ആശയങ്ങളോട് ചേർന്ന് നിൽക്കുന്ന വാക്കുകളൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ പോയി നിങ്ങൾ ജഡ്ജ് ചെയ്ത് ഒരു ലെവലാക്കി കളയും. അതുപോലെ തന്നെ ഇംഗ്ലീഷ്, കൂടുതൽ ഇംഗ്ലീഷ് വാക്കുകൾ പറയുകയാണെങ്കിൽ നിങ്ങൾ കൂടുതൽ ജഡ്ജ് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് ബിഗ് ബോസിൽ വരുന്ന ആളുകളുടെ ഒരു പ്രത്യേകത. എന്നാൽ അതേസമയം പുരുഷന്മാർക്ക് ഇതൊന്നും ബാധ്യത ആവുന്നില്ല. അവർക്ക് പാൻറ്റ് ഷർട്ട് ഇടാം, മുണ്ട് ഷർട്ട് ഇടാം, മീശ വേണേൽ പൊക്കി വെക്കാം, താടി മീശയൊക്കെ എടുത്തു കളയാം, മുടി മൊട്ടയടിക്കാം, അങ്ങോട്ട് തിരിഞ്ഞേക്കാം, ആരോട് വേണമെങ്കിലും ആക്രോശിക്കാം, ഇംഗ്ലീഷിൽ ചീത്ത വിളിക്കാം, മലയാളത്തിൽ ചീത്ത വിളിക്കാം, എന്ത് സാധനം വേണമെങ്കിലും ചെയ്യാം. പക്ഷേ അവരെ ജഡ്ജ് ചെയ്യുന്നത് കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. ലേശം പുരോഗമന ആശയം പറഞ്ഞാൽ മാത്രമേ അവിടെ ഒരു പ്രശ്നമുള്ളൂ. കാര്യം നമ്മുടെ കേരളത്തിൻ്റെ ഒരു സ്ട്രക്ചർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ സ്ത്രീകൾക്ക് ഒരു
ഒരു സ്ഥാനമാണ് കൊടുക്കുക. അതായത് ആരുടെ ഭാര്യയാണ് എന്നുള്ളതാണ് സ്ത്രീയുടെ ഒരു പ്രധാനപ്പെട്ട ഐഡൻറ്റിറ്റി. ആരുടെ മകളാണ് എന്നുള്ളത് ഒരു ഐഡൻറ്റിറ്റിയാണ്. ആരുടെ അമ്മയാണ് എന്നുള്ളത് ഒരു ഐഡൻറ്റിറ്റിയാണ്. അവരാരാണ് എന്നുള്ളത് ഏറ്റവും ലാസ്റ്റൊക്കെയാണ് നമ്മൾ ചോദിക്കുക, അല്ലെങ്കിൽ അതിന് ലീസ്റ്റ് പ്രയോറിറ്റിയാണ്. കാര്യം നമ്മുടെ സെറ്റപ്പ് മുഴുവൻ കുടുംബമാണല്ലോ. കുടുംബത്തിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് നമ്മുടെ നാട്ടിലെ കുടുംബങ്ങളൊന്നും ജനാധിപത്യപരമായി പ്രവർത്തിക്കുന്ന ഒരു സിസ്റ്റമല്ല. പുരുഷനാണ് അവിടെ അധികാര കേന്ദ്രം. അയാളിലൂടെ തന്നെയാണ് ഈ പണത്തിൻ്റെ ഡീലിങ്സ് നടക്കുന്നത്, അല്ലെങ്കിൽ നടക്കേണ്ടത്. തന്നേക്കാൾ കൂടുതൽ സാലറി ഭാര്യയ്ക്ക് കിട്ടുകയോ തന്നേക്കാൾ ഉയരം അതാണ് ഏറ്റവും പ്രധാനം. തന്നേക്കാൾ ഉയരം ഭാര്യയ്ക്ക് കൂടിപ്പോയാൽ തന്നെ തൻ്റെ അധികാരം തകർന്നു പോകുന്നു എന്ന് ചിന്തിക്കുന്ന കുറേ വിവരം കെട്ട പുരുഷന്മാരും അവരെ ആ വിശ്വാസങ്ങളിലൂടെ നടത്തിക്കൊണ്ടു പോകുന്ന വേറെ കുറച്ച് വിവരം കെട്ട സ്ത്രീകളും ഒക്കെ ഒരുമിച്ച് ജീവിക്കുന്ന ഒരു നാടാണ് നമ്മുടേത്. അവിടെ സ്ട്രോങ് ആയി ഒപ്പീനിയൻ പറയുന്ന പെൺകുട്ടികളെ ജഡ്ജ് ചെയ്യും. ക്യൂർ കമ്മ്യൂണിറ്റിയിൽ നിന്ന് വരുന്ന ആളുകൾ അവരൊക്കെ അപകടകരമായ കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളാണ്. അവർക്ക് ഈ സമൂഹത്തെ നശിപ്പിക്കാൻ വരുന്ന ആളുകളാണ്. നമ്മുടെ കുട്ടികളൊക്കെ നശിപ്പിച്ച് കളയുന്ന ആളുകളാണ് എന്നൊക്കെയുള്ള കുറേ ചിന്തകൾ ഓൾറെഡി നമ്മുടെ ഉള്ളിൽ കിടപ്പുണ്ട്. അതുകൊണ്ട് തന്നെ ബിഗ് ബോസിൽ ഏറ്റവും ആദ്യം ജഡ്ജ് ചെയ്യപ്പെടുകയും പുറത്താക്കപ്പെടുകയും ഒക്കെ ചെയ്യുന്നത് ക്യൂർ കമ്മ്യൂണിറ്റിയിൽ നിന്നും സ്ത്രീകളായിട്ടുള്ള ആളുകളും, പ്രത്യേകിച്ച് മോഡേൺ വാല്യൂസ് പറയുന്ന സ്ത്രീകളായിട്ടുള്ള ആളുകളുമായിരിക്കും. നിങ്ങൾ ഇത്തവണത്തെ കണ്ടസ്റ്റൻസിനെ വിലയിരുത്തുമ്പോൾ വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കുക, ഈ പറയുന്ന കുറച്ച് ചെതലടിച്ച ആശയങ്ങളുടെ പുറത്താണോ നിങ്ങളൊരാളെ ജഡ്ജ് ചെയ്തിട്ടുള്ളത്? ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിൽ സംശയമുണ്ടെങ്കിൽ നിങ്ങൾ ചുമ്മാ ഒന്ന് നോക്കിക്കോളൂ. സാബുമോൻ ബിഗ് ബോസിൽ വിന്നറായിട്ടുള്ള ഒരാളാണ്. അയാളുടെ സ്വഭാവത്തിലും കോമൺ ആയിട്ട്, അല്ലെങ്കിൽ സാബുമോനാണെങ്കിലും അഖിൽമാരാറാണെങ്കിലും ഈവൻ റോബിൻ വിജയിച്ചിട്ടില്ലെങ്കിൽ പോലും ഒരു വലിയ സപ്പോർട്ട് കിട്ടിയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ഇത്രയും ആളുകളിലൊക്കെ നിങ്ങൾക്ക് കോമൺ ആയിട്ട് കാണാൻ പറ്റുന്ന വളരെ അഗ്രസീവായിട്ടുള്ള പൗരുഷം എന്ന് പറയുന്നത് സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്ന ഒന്നാണ്. ഞാൻ പണ്ടൊരു വീഡിയോയിൽ എന്തോ മെൻഷൻ ചെയ്തിട്ടുള്ളതാണ്. അതായത് ഒരു അതിർത്തി തർക്കം നടക്കുകയാണ്. 2 കുഞ്ഞു വീടുകൾ, അതിൻ്റെ ഇടയിൽ ഒരു വേലി വെച്ചിട്ടുണ്ട്. ആ വേലി ഒരു 1/2 ഇഞ്ച് മാറ്റി കുഴിച്ചിട്ടാൽ തീരുന്ന പ്രശ്നമായിരിക്കും. പക്ഷേ അത് പറ്റൂല എന്ന് പറഞ്ഞ് വേലിയുടെ പേരിൽ തർക്കം ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു വീട്ടിൽ നിന്ന് ഒരു ബനിയൻ, ചിലപ്പോൾ ഷർട്ട് തന്നെ ഇട്ടിട്ടുണ്ടാവില്ല, ഒരു കള്ളിമുണ്ട് മാത്രം എടുത്ത് പെട്ടെന്ന് ഒരു അരിവാളും എടുത്ത് ചാടി ഇറങ്ങി ആരടാ എൻ്റെ വേലി പൊളിക്കുന്നത് എന്ന് ചോദിക്കുന്ന, അതാണ് നമുക്ക് മറ്റേ പൗരുഷത്തിൻ്റെ ഭാവം എന്ന് പറയുന്നത്. കറക്റ്റ് ക്യാരക്ടറാണ് ആ എൻറ്റയർ സീസണിൽ അഖിൽമാരാർ എക്സിബിറ്റ് ചെയ്തിട്ടുള്ളത്. ഏതാണ്ട് അതിൻ്റെ തന്നെ സംസാരിക്കുന്ന ഒരു രൂപമായിരുന്നു. മറ്റേ നെഞ്ചും മരിച്ചു വടാ എന്ന് പറയുന്ന പോലത്തെ അങ്ങനത്തെ ഒരു സംഭവമാണ് സാബുമോൻ്റെ ക്യാരക്ടറിലുള്ളത്. എന്തെങ്കിലും ഒരു ഡിഫറൻസ് പറയാനുള്ളത് മണിക്കുട്ടൻ്റെ കാര്യത്തിലാണ്. പക്ഷെ അവിടെ ഈ ഇടയ്ക്കിടയ്ക്ക് ഔട്ടായി പോയ കുറച്ച് സ്ട്രോങ് കണ്ടസ്റ്റൻസ് ഉണ്ട്, വേറെയും കുറേ എലമെൻറ്റുകളുണ്ട്. നിങ്ങൾ രജിത് കുമാറിനെ എടുത്ത് നോക്കിക്കോളൂ. പുള്ളിക്കാരൻ വളരെ ടോക്സിക് ആയിട്ടുള്ള ആശയങ്ങൾ, അല്ലെങ്കിൽ വളരെ റിഗ്രസീവ് ആയിട്ടുള്ള അശാസ്ത്രീയമായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഓടി നടന്നിരുന്ന ഒരു മനുഷ്യനാണ്. പുള്ളിക്കൊക്കെ ഇവിടെ വൻ ഫാൻ ബേസ് ആയിരുന്നു. പുള്ളി പറയുന്ന കാര്യങ്ങളെ വെച്ചുകൊണ്ട്, അല്ലെങ്കിൽ അതിന് മുൻപും ശേഷവും പുള്ളി പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെ വെച്ചുകൊണ്ട് മലയാളികൾ പുള്ളിയെ ജഡ്ജ് ചെയ്ത് പുള്ളി ഇത്രയേ ഉള്ളൂ എന്ന് മനസ്സിലാക്കാൻ പോയിട്ടില്ല, അല്ലെങ്കിൽ മെനക്കെട്ടിട്ടില്ല. എന്നാൽ അതേസമയം സ്വന്തം സ്വാതന്ത്ര്യങ്ങളെക്കുറിച്ച് കുറച്ച് അഗ്രസീവായി സംസാരിച്ച് പോയ പെൺകുട്ടികളെ ഇവിടെ ജഡ്ജ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ പേളി മാണി ഉൾപ്പെട്ടിട്ടുള്ള ആ സീസണൊക്കെ എടുത്ത് കണ്ടു നോക്കിയിട്ടുണ്ടെങ്കിൽ പേളിയുടെ ആകെ ഉണ്ടായിരുന്ന സ്ട്രാറ്റജി ശ്രീനിഷിനെ പ്രേമിക്കുക, പിന്നെ എന്തെങ്കിലും പ്രശ്നം വന്നാൽ കണ്ണ് നിറച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. നമ്മൾ മലയാളികൾക്ക് അത് ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ വീട്ടിലൊരു കുട്ടി അവളൊരു ആത്മാർത്ഥ പ്രണയത്തിന് വേണ്ടി നിലകൊള്ളുന്നു എന്ന് പറയുമ്പോൾ തന്നെ അയ്യോ ആ കുട്ടിയുടെ ഒരു വാല്യൂസേ. അതിൻ്റെ കൂടെ തന്നെ ഒരു വിഷയം ഉണ്ടാകുമ്പോൾ കണ്ണ് നനഞ്ഞ് മിണ്ടാതിരിക്കുക എന്നൊക്കെ പറയുന്നത് അയ്യോ പാവം കുട്ടി കേട്ടോ. അതായത് ഈ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ഒരു സാധനം ഫീൽ ചെയ്യിപ്പിച്ചു കൊടുക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഈ പറയുന്ന ഒരു കുലസ്ത്രീ കൺസെപ്റ്റിൽ. അതേസമയം മലയാളികൾ ഏറ്റവും അധികം ജഡ്ജ് ചെയ്തിട്ടുള്ള ഒരുപക്ഷെ ഒരു സീസണിനെ തന്നെ പിടിച്ചു നിർത്തിയ ഇവരൊക്കെ ഇങ്ങനെ ചെയ്യുന്നോ എന്നുള്ള ആറ്റിറ്റ്യൂഡിൽ ആളുകൾ നോക്കിയിരുന്നിട്ടുള്ള ഇപ്പം ജാസ്മിൻ എന്ന് പറയുമ്പോൾ പ്രേമിക്കാൻ പോയ ജാസ്മിൻ്റെ കാര്യമല്ല പറയുന്നത്, ജാസ്മിൻ മൂസയുടെ കാര്യമാണ് പറയുന്നത്. അതുപോലെ തന്നെ രഞ്ജിനി ഹരിദാസിൻ്റെ എപ്പിസോഡ്സ് എന്ത് വർത്താനം ഈ പറയുന്നത് എന്നൊക്കെ പറഞ്ഞ് ജഡ്ജ് ചെയ്യാൻ വേണ്ടിയിട്ട് ആളുകൾ കുത്തിയിരുന്ന് നോക്കിയിട്ടുള്ളതാണ്. ഞാൻ അതാണ് വീണ്ടും പറയുന്നത്, നിങ്ങൾ ഒരു കണ്ടസ്റ്റൻറ്റിനെ നിങ്ങൾ ഇഷ്ടപ്പെടുമ്പോൾ അയാളോട് ക്ലോസ് ആയിട്ടുള്ള ഒരു ഇമോഷൻ നിങ്ങളുടെ ഉള്ളിൽ ജനറേറ്റ് ആകുമ്പോൾ ചിന്തിക്കുക, നിങ്ങൾ അയാൾ പറയുന്ന കാര്യങ്ങളെ അപഗ്രഥിക്കുകയും അയാളൊരു ഗെയിമിൽ പങ്കെടുക്കുകയാണ്, അതിനെ കംപ്ലീറ്റായി വിശ്വസിക്കുക എന്നുള്ളതിന് പകരം ആ സിറ്റുവേഷനിൽ അയാൾ എങ്ങനെയാണ് ബിഹേവ് ചെയ്തത് എന്നുള്ളതാണോ നമ്മൾ നോക്കുന്നതെന്നൊക്കെ ഉള്ളത് ഒന്ന് സ്വയം വിലയിരുത്താൻ വേണ്ടിയിട്ടാണ് ഈ പോയിൻറ്റ്സ് ഒക്കെ പറയുന്നത്. ഇനിയും മലയാളികൾ അധികം ജഡ്ജ് ചെയ്യാത്തൊരു പെൺകുട്ടിയായിട്ട് മാറണമെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഡ്രസ്സിങ്ങിലൊക്കെ ഇവരുദ്ദേശിക്കുന്നൊരു മിതത്വമൊക്കെ ഉണ്ട്. അത്ര മോഡേൺ ജീൻസൊക്കെ ഇടേ ശിവ എന്ന് പറയുന്ന പോലത്തെ അങ്ങനത്തെ ഒരു ഡ്രസ്സിങ് സ്റ്റൈല് ചൂസ് ചെയ്യുക. പിന്നെ എല്ലാവരെയും അങ്ങോട്ട് ചേട്ടാ, അങ്കിളെ എന്നൊക്കെ വിളിക്കുന്ന ആ ഒരു ബഹുമാനം അങ്ങോട്ട് കൊടുക്കുക, പ്രായത്തിൻ്റെ ബഹുമാനം അങ്ങോട്ട് കൊടുക്കുക. പേരെടുത്തൊന്നും ആണുങ്ങളെ വിളിക്കുകയും ആണുങ്ങൾ എന്തെങ്കിലും പറഞ്ഞാൽ തന്നെയും ഒന്നെങ്കിൽ നാണിച്ചിരിക്കുക അല്ലെങ്കിൽ സങ്കടപ്പെട്ടിരിക്കുക. ഇതൊക്കെയാണ് ഒരു പെൺകുട്ടി ചെയ്യാൻ പാടുള്ള കാര്യങ്ങൾ. തിരിച്ച് ചോദ്യം ചെയ്യാൻ പാടില്ല. പിന്നെ സംസാരിക്കുമ്പോൾ എപ്പോഴും ഒരു മയത്തിലൊക്കെ സംസാരിക്കണം. അത്ര സ്ട്രോങ് ആയിട്ടൊന്നും, അതൊരു ആർഗ്യുമെൻറ്റിലാണെങ്കിൽ പോലും ചേട്ടാ അങ്ങനെ പറഞ്ഞത് ശരിയായില്ല കേട്ടോ എന്നേ പറയാവുള്ളൂ. നിങ്ങൾ ഒരുമാതിരി മറ്റേടത്തെ വർത്താനം പറയരുത് എന്നൊരു പെൺകുട്ടി ചോദിച്ചു പോയി കഴിഞ്ഞാൽ തീർന്ന്. പിന്നെ ആരെങ്കിലും ഒരാളെ
സഹോദരനാക്കുക, അല്ലെങ്കിൽ ആരെങ്കിലും ഒരാളെ മകനാക്കുക. ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ കുറച്ച് കൂടുതൽ സിമ്പതി കിട്ടും. ഓരോ തവണത്തെ ബിഗ് ബോസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഒരു അനിയത്തിക്കുട്ടിയും കുറച്ച് ചേട്ടന്മാരും ഒരമ്മയും 3-4 മക്കളും ഇങ്ങനെയൊക്കെയുള്ള കുറേ സാധനങ്ങൾ നമുക്ക് കണ്ടെത്താൻ പറ്റും. അതിൻ്റെ കൂടെ വരുന്ന ഒരു പാക്കേജാണ് ഈ പ്രണയം എന്ന് പറയുന്നത്. അതുപോലെ മറ്റൊരു ഫാക്ടർ ജാതിയും മതവും. നിങ്ങൾ ഇത്തവണത്തെ ഏതെങ്കിലും ഒരു കണ്ടസ്റ്റൻറ്റിനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ തീരുമാനിക്കുമ്പോൾ ജാതിയും മതവും മാത്രമാണ് നിങ്ങളുടെ ഫാക്ടർ വരുന്നതെങ്കിൽ ഞാനത് കയറി അഭിപ്രായമൊന്നും പറയുന്നില്ല, നിങ്ങളുടെ ഇഷ്ടമാണ്. നമ്മുടെ ജാതി ജയിക്കട്ടെ, നമ്മുടെ മതം ജയിക്കട്ടെ എന്നൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ മുമ്പത്തെ പ്രാവശ്യത്തെ ബിഗ് ബോസ് ഒക്കെ വന്ന സമയത്ത് നമ്മുടെ ജാതിയിലെ കുട്ടിയാ എന്ന് പറഞ്ഞുകൊണ്ട് ജാതി വാട്സപ്പ് ഗ്രൂപ്പുകളിൽ കറങ്ങി ഒരുപാട് വോട്ട് മേടിച്ച ആളുകളുണ്ട്. അതിൽ കുറച്ച് ഈ പറഞ്ഞ സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് ശീലമില്ലാത്ത ആളുകൾ ആ ഫോട്ടോ അതുപോലെ ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്തിട്ട് വാട്സപ്പിൽ വന്ന് ഫോർവേഡ് എടുത്തിട്ട് നമ്മുടെ കരയോഗത്തിലെ കുട്ടിയാണ് വോട്ട് ചെയ്തേക്കണേന്ന് പറഞ്ഞ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുകയും പിന്നീട് നാട്ടുകാരെടുത്തിട്ട് റോസ്റ്റ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ ഈ ജാതി മതമൊന്നും ഇതിൽ വർക്ക് ചെയ്യുന്നില്ല എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. മലയാളികൾ ജാതിക്കും മതത്തിനും അതീതമായി എന്തോ ഉണ്ടെമ്പൊരു ചിന്തിക്കുന്ന ആളുകളാണ് എന്നൊക്കെ തള്ളിക്കൊണ്ട് നടക്കുന്ന കുറച്ച് ആളുകളൊക്കെ ഉണ്ട്. അവർ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ബിഗ് ബോസ് നിങ്ങൾ കണ്ടു തുടങ്ങുമ്പോൾ ഈ പറയുന്ന ഒരു കമ്മ്യൂണിറ്റിയുടേതായിട്ടുള്ള സപ്പോർട്ട് കണ്ടസ്റ്റൻസിന് കിട്ടുന്നത് കാണാൻ പറ്റും. പക്ഷേ നമ്മളൊരാളെ ചൂസ് ചെയ്യുമ്പോൾ, അതിപ്പോൾ ബിഗ് ബോസിലൊന്നും അല്ലെന്നേ, ലൈഫിലാണെങ്കിലും നമ്മളൊരാളെ സപ്പോർട്ട് ചെയ്യുമ്പോൾ, ഏതെങ്കിലും ഒരു കാര്യത്തിനൊപ്പം നിൽക്കുമ്പോൾ, ഇതിനു വേണ്ടി മാത്രമാണ് നമ്മൾ സപ്പോർട്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മൾ കുറച്ച് കാലങ്ങൾ പുറകിലേക്ക് പോകുമല്ലേ എന്ന് സ്വയം ഒന്ന് ആലോചിക്കുന്നത് നല്ലതാണ്. പിന്നെ വോട്ട് ചെയ്യുന്ന സമയത്തും ചില ആൾക്കാർ വളരെയധികം ആലോചിച്ചിട്ടാണ് വോട്ട് ചെയ്യുക. പക്ഷേ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ചില ആളുകളോട് ചില കാരണങ്ങൾ കൊണ്ട് ഒരു പ്രത്യേക താല്പര്യം ഉണ്ടാവുകയും എപ്പിസോഡുകൾ പലത് കഴിയുമ്പോഴും അയാൾ ഞാൻ തന്നെയാണോ, അല്ലെങ്കിൽ ഞാൻ സ്നേഹിക്കാൻ പ്ലാൻ ചെയ്തിരിക്കുന്ന ഒരാൾ, അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട ഒരാൾ എന്നൊക്കെ പറയുന്ന അത്രയും ഡീപ്പായിട്ടുള്ള ഇമോഷൻസ് ഡെവലപ്പ് ആയതിനു ശേഷം പിന്നെ അയാൾ എന്ത് പറഞ്ഞാലും ഞാനത് അംഗീകരിക്കും, അയാൾ ജയിച്ചാൽ മതി എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് മാറുന്ന ആളുകളും ഉണ്ട്. ബഹുഭൂരിപക്ഷം എനിക്ക് തോന്നുന്നു അങ്ങനെ ട്രാപ്പായി പോകുന്ന ആളുകളാണ് കൂടുതലായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ബിഗ് ബോസിലെ പല മെമ്പേഴ്സിൻ്റെയും ആർമി പേജുകൾ ഉണ്ടാവുകയും പേജുകളൊക്കെ വൻ ലൈക്കും ഷെയറും പിന്നെ അതിൻ്റെ പുറകിൽ ഒരുപാട് അറ്റാക്സും അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്തവിളിയും PR പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്, ഇല്ലെന്നല്ല. പക്ഷേ ഈ ആർമി പേജുകൾ ഉണ്ടാകുമ്പോൾ അവിടെ വളരെ ആത്മാർത്ഥമായി ആർമിയായി മാറുന്ന ആളുകളുണ്ട്. നിങ്ങൾ അങ്ങനെയാണോ ആയി മാറുന്നത്, അല്ലെങ്കിൽ അങ്ങനെ ആയി മാറുന്നത് ഒരു പോസിറ്റീവ് ഘടകമായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. നിങ്ങൾ അങ്ങനെയായി മാറുന്നുണ്ടോ എന്ന് ഇടയ്ക്കൊന്ന് ഓർക്കുന്നത് നല്ല. പിന്നെ PR ടീമിൻ്റെ കാര്യം പറഞ്ഞതുകൊണ്ട് ഇതിനകത്തേക്ക് പോകുന്നതിന് മുമ്പ് ഇപ്പോൾ പല ആളുകളും PR ടീമിനെ ഏൽപ്പിക്കാറുണ്ട്. ഫേസ്ബുക്ക് പേജുകൾ, ഇൻസ്റ്റാഗ്രാം പേജുകൾ, ഇവരൊക്കെ പ്രൊമോഷൻ പരിപാടികൾ ഏൽപ്പിച്ചിട്ട് പോകുന്ന കുറച്ച് ആളുകളൊക്കെ ഉണ്ട്. അത് അവരെ ആ ഹൗസിനകത്ത് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഇപ്പോൾ ഒരു എലിമിനേഷൻ റൗണ്ടിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ആളുകളുടെ കൂടുതൽ വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അത് സപ്പോർട്ട് ചെയ്തേക്കാം. മാത്രമല്ല ഇതിനകത്ത് ഇങ്ങനൊരാളുണ്ട് എന്നുള്ളത് 4 പേര് അറിയാമെന്നുള്ളത്. എത്രയോ ബിഗ് ബോസ് സീസണുകളിൽ ഇങ്ങനൊരാൾ ബിഗ് ബോസിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാളേത് സീസൺ, ഇയാളെ ഞാൻ കണ്ടിട്ടില്ലല്ലോ എന്ന് നമുക്ക് തോന്നുന്ന പോലെ ആളുകൾ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ കാരണം അവരെവിടെയും പ്രൊജക്റ്റ് ചെയ്യപ്പെട്ടിട്ടില്ല. അത്തരമൊരു സാഹചര്യത്തിലേക്ക് പോകാതിരിക്കാൻ ഈ പറയുന്ന PR സ്റ്റണ്ട് സഹായിച്ചേക്കാം. മാത്രമല്ല ഇൻ ഹൗസ് ഹെൽപ്പ് ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഹ്യൂമർ എന്ന് പറയുന്നൊരു സംഭവമാണ്. അത് ഈ പറഞ്ഞ പോലെ ഡബിൾ മീനിങ് തമാശകളും വൃത്തികേടും വിളിച്ചു പറഞ്ഞ് പോപ്പുലർ ആവുന്ന ആളുകളും ഉണ്ട്. പക്ഷേ കൗണ്ടർ അടിക്കുക, ആ കൗണ്ടർ ഷോർട്സും റീലുമായി വരിക എന്നുള്ളത് ഇൻ ഹൗസ് കണ്ടസ്റ്റൻസിനെ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന കാര്യമാണ്. മറ്റൊന്ന് തനി നാടകം കളിയാണ്. അതിപ്പോൾ ഒറിജിനൽ ഉള്ളിൽ നിന്ന് വരുന്നതാണെങ്കിലും പ്ലാൻ ചെയ്തിട്ട് വരുന്നതാണെങ്കിലും ഇച്ചിരി അങ്ങോട്ട് കരയുക, കുറച്ചങ്ങോട്ട് പ്രേമം ഇടുക എന്നൊക്കെ പറയുന്നതും പുറത്ത് ഈ കണ്ടസ്റ്റൻസിൻ്റെ ഒരു പോപ്പുലാരിറ്റി വർദ്ധിപ്പിക്കാൻ സഹായിക്കും. എന്നാൽ അതേസമയം ഈ പറഞ്ഞ കാര്യങ്ങൾ കൊണ്ട് ഇവർ പുറത്തിറങ്ങുന്ന സമയത്താണെങ്കിലും സോഷ്യൽ മീഡിയയിൽ ഇവരിപ്പോൾ അകത്ത് നിൽക്കുമ്പോൾ സോഷ്യൽ മീഡിയയിൽ നേരിടേണ്ടി വരുന്ന ഒരുപാട് സൈബർ ബുള്ളിങ് ഉണ്ട്. അതായത് അത്രയും കാലം ഒരു പരിചയമില്ലാതിരുന്ന ആളുകൾ ഒരു കാര്യമില്ലാതെ നമ്മുടെ ഹെയ്റ്ററായിട്ട് മാറുക എന്ന് പറയുന്ന പോലത്തെ സാഹചര്യത്തെയും ഇവർ ഫേസ് ചെയ്യേണ്ടി വരും. ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾക്ക് ബിഗ് ബോസ് ഹൗസിലുള്ള ആരോടെങ്കിലും കടുത്ത വൈരാഗ്യമോ വിദ്വേഷമോ തോന്നുകയാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കുന്നത് നല്ലതാണ്. ഞാൻ എന്തിനാ ഇയാളെ വെറുക്കുന്നത്? ഇയാൾ എന്നോട് എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ? അല്ലെങ്കിൽ ഒരു സാമൂഹിക വിപത്തായി ഇയാൾ മാറുന്നുണ്ടോ? സാമൂഹിക വിപത്തൊക്കെ ആകുമ്പോൾ നമ്മളൊരിച്ചിരി ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. പക്ഷേ ഈ പറഞ്ഞ ഒരു ഹെയ്റ്റിങ്ങിന് ഉള്ളിൽ കൊണ്ടു നടക്കേണ്ട കാര്യമുണ്ടോ? ചില ആൾക്കാരൊക്കെ തനിക്ക് പ്രിയപ്പെട്ട കാൻഡിഡേറ്റിനെതിരെ സംസാരിച്ച് കഴിഞ്ഞാൽ കൊല്ലും തല്ലും എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്ന ആളുകൾ വരെ ഉണ്ട്. എന്തായാലും കഴിഞ്ഞ 1-2 സീസണിലൊക്കെ ഞാൻ വളരെയധികം ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് പറയുന്നത് ചെറിയൊരു അവയർനെസ് ക്രിയേറ്റ് ആവുന്നുണ്ട്. അതായത് ഈ മെൻ്റൽ ഹെൽത്ത് എന്ന് പറയുന്ന ഒരു കാര്യത്തെക്കുറിച്ച് ഒരു സൈക്കോളജിസ്റ്റ് അവൈലബിൾ ആണ്, ഞാൻ മെൻ്റലി വല്ലാണ്ട് ബ്രേക്ക് ഡൗൺ ആവുന്നുണ്ട്, എനിക്കൊരു സൈക്കോളജിസ്റ്റിൻ്റെ സഹായം വേണം എന്നീ കണ്ടസ്റ്റൻസ് ബിഗ് ബോസിനോട് പറയുകയും അത് ഏർപ്പാടാക്കി കൊടുക്കുകയും അതിനുശേഷം അയാൾ കാമാവുന്ന ഒരു സാഹചര്യമൊക്കെ കാണുമ്പോൾ കുറേ നാൾ മുമ്പ് വരെ നമ്മുടെ മനസ്സിലുണ്ടായിരുന്ന ഒരു സാധനമാണ് ഈ സൈക്കോളജിസ്റ്റിനെയോ അല്ലെങ്കിൽ സൈക്കാട്രിസ്റ്റിനെയോ കാണുന്നത് ഭ്രാന്ത് വന്നതിന് ശേഷം ആളുകൾ ചെയ്യുന്ന പരിപാടിയാണെന്ന്. അതിൽ നിന്ന് മാറി നമുക്ക് ചില സാഹചര്യങ്ങളിൽ അങ്ങനെ ഒരു ഹെൽപ്പ് എടുക്കേണ്ടി വരും എന്നുള്ളതും അത് വളരെ നാച്ചുറൽ ആയിട്ടുള്ളൊരു കാര്യമാണ് എന്നുള്ളൊരു ഫീല് ജനറേറ്റ് ചെയ്യാൻ ബിഗ് ബോസിലെ ചില സംഭവങ്ങൾ കാരണമായിട്ടുണ്ട്. അങ്ങനെ കുഞ്ഞു കുഞ്ഞു പോസിറ്റീവ്സ് നമുക്ക് പറയാനുണ്ട്. പക്ഷെ അപ്പോൾ പോലും വളരെ ടോക്സിക് ആയിട്ടുള്ള ഒരു കൾച്ചർ ആളുകളിലേക്ക്
അല്ലെങ്കിൽ ഓൾറെഡി ടോക്സിക് ആയിട്ടുള്ളൊരു കൾച്ചറിനെ കുറച്ചും കൂടി ടോക്സിക് ആക്കുന്ന ചില കാര്യങ്ങൾ സ്പ്രെഡ് ചെയ്യാൻ ഈ പറയുന്ന ബിഗ് ബോസ് പോലെയുള്ള ഷോസ് കാരണമാവുന്നുണ്ടെന്നുള്ള യാഥാർത്ഥ്യം നമുക്ക് കാണാതിരിക്കാൻ പറ്റില്ല. അതിൽ ബിഗ് ബോസ് ചെയ്യുന്ന തെറ്റ് എന്നുള്ളതിനേക്കാൾ കൂടുതൽ ബിഗ് ബോസ് പോലൊരു ഷോ അക്സെപ്റ്റ് ചെയ്യാൻ നമ്മൾ എത്രത്തോളം ആസ് ആൻ ഓഡിയൻസ് വളർന്നിട്ടുണ്ട് എന്നുള്ളതാണ് ചോദ്യം. അവിടെ കാണുന്നത് മുഴുവൻ റിയൽ ആണെന്നും ആ പറയുന്ന ഇഷ്യൂസിൽ വളരെ റിഗ്രസീവായ തോട്ട്സ് വെച്ചുകൊണ്ട് ആളുകളെ ജഡ്ജ് ചെയ്യുന്ന നമ്മളാണ് കുറച്ച് പിന്തിരിപ്പന്മാരാകുന്നത് എന്ന് ചിന്തിക്കാനുള്ള ഒരു പക്വതയിലേക്ക് ആളുകൾ എത്തിയിട്ടില്ല എന്നുള്ളതൊരു വലിയ പ്രശ്നമാണ്. അത് ബിഗ് ബോസുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന പല ചർച്ചകളിലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ആക്ച്വലി ആൻറ്റി ഹീറോ ആയിട്ട് നമ്മൾ കാണേണ്ട ആളുകളെ പലരും റോൾ മോഡലായി കാണുന്നു എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നതിൽ ഈ പറയുന്ന ബിഗ് ബോസ് ഷോയിലൂടെ വരുന്ന അല്ലെങ്കിൽ ആ കണ്ടസ്റ്റൻസിനെ ബിഗ് ബോസും അവരുടെ ആരാധകരൊക്കെ പ്രൊജക്റ്റ് ചെയ്യുന്നതിലൂടെ സംഭവിക്കുന്നുണ്ട്. മാത്രമല്ല പല ആൾക്കാരും ഇതിനെ ഭയങ്കര പേഴ്സണലായിട്ട് എടുക്കുമ്പോൾ ഈ ബിഗ് ബോസ് കണ്ടസ്റ്റൻസിനെ കുറിച്ച് ആലോചിക്കുന്നില്ല. ബിഗ് ബോസിൽ പങ്കെടുക്കാൻ പോകുന്ന ആൾക്കാരുടെ കാര്യം എടുത്ത് നോക്കിയാൽ അവർക്ക് അതിൽ പങ്കെടുക്കുന്നതിനൊരു പേയ്മെൻ്റ് ഉണ്ട്, അവർക്ക് സോഷ്യൽ മീഡിയയിൽ കിട്ടുന്നൊരു ബൂസ്റ്റ് ഉണ്ട്, പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് അവരെ കാത്തിരിക്കുന്ന ഒരുപാട് കണക്ഷൻസ് ഉണ്ട്. ചില ആളുകൾക്ക് പൈസ ആയിരിക്കും വേണ്ടത്, ചിലർക്ക് പോപ്പുലാരിറ്റി ആയിരിക്കും വേണ്ടത്, വേറെ ചില ആളുകൾക്ക് ഞാൻ ബിഗ് ബോസിൽ വന്ന ആളാണ് എന്ന് പറയുമ്പോൾ കിട്ടുന്നൊരു സ്വീകാര്യതയുണ്ട്. ഇപ്പോൾ സിനിമയിൽ കയറണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് സിനിമാക്കാരുമായിട്ടുള്ളൊരു കോൺടാക്റ്റ് വെക്കാൻ ഇത്തരം ഒരു പ്ലാറ്റ്ഫോമിലൂടെ കിട്ടുന്ന പോപ്പുലാരിറ്റി സഹായമായേക്കാം. പിന്നെ ഇൻ്റർവ്യൂസ് അവർ പങ്കെടുക്കുന്നത്, നിങ്ങൾ കാണുന്ന പല ഇൻ്റർവ്യൂസിലും ഇപ്പോൾ പ്രേമിച്ച പെയറായിട്ടുള്ള രണ്ടാൾക്കാരെ ഒരുമിച്ച് ഒരു ഇൻ്റർവ്യൂ വേണമെങ്കിൽ ആ ഇൻ്റർവ്യൂ എടുക്കുന്ന യൂട്യൂബ് ചാനലാണ് എടുക്കുന്നതെങ്കിൽ ആ യൂട്യൂബ് ചാനൽ അവർക്ക് രണ്ടുപേർക്കും കൊടുക്കേണ്ട പേയ്മെൻറ്റ് ഡബിളോ ട്രിപ്പിളോ ആണ്. അതായത് ഇൻ്റർവ്യൂ എടുക്കണമെങ്കിൽ അവർക്ക് അങ്ങോട്ട് കാശ് കൊടുക്കണം. അങ്ങനെ ഇൻ്റർവ്യൂവിൽ പങ്കെടുത്ത് ലക്ഷങ്ങൾ ഉണ്ടാക്കുന്നവരുണ്ട്. പബ്ലിക് ഫങ്ഷൻസ് ഉണ്ട്, ഇനോഗ്രേഷൻസ് ഉണ്ട്, സിനിമയിലുള്ള അവസരമുണ്ട്, യൂട്യൂബ് ചാനൽ തുടങ്ങാനുള്ള അവസരമുണ്ട്. അങ്ങനെ ഒരുപാട് റവന്യൂ ഉണ്ടാക്കാൻ പറ്റുന്ന, ഒരുപാട് ആളുകളുടെ സ്നേഹം പിടിച്ചു പറ്റാൻ പറ്റുന്ന ഫോളോവേഴ്സ് ഉണ്ടാവുക എന്നുള്ളത് ഇനി അങ്ങോട്ടുള്ള കാലത്ത് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. നമ്മുടെ ഒരു അസറ്റ് തന്നെയാണ് എത്ര പേർ നമ്മളെ ഫോളോ ചെയ്യുന്നു എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു വലിയ സ്റ്റേജിലേക്ക് വളരാൻ വേണ്ടിയിട്ട് ബിഗ് ബോസ് പോലൊരു പ്ലാറ്റ്ഫോമിൽ വന്ന് കൃത്യമായി പ്ലാൻ ചെയ്ത് തന്നെ ഗെയിം കളിക്കാൻ എത്തിയിട്ടുള്ള ആളുകളാണ് അവർ. അവരെ കളിക്കാരായി കാണുക. ക്രിക്കറ്റ് കളിക്കുമ്പോൾ 11 പേര് ഗ്രൗണ്ടിൽ ഇറങ്ങി കളിക്കുന്നു, അവർ കളിക്കാരാണ്. ആ കളി ജയിക്കാൻ വേണ്ടിയിട്ട് അവർ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അവരുടെ വ്യക്തിപരമായിട്ടുള്ള സ്വഭാവത്തിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചേഞ്ച് വരുന്ന രീതിയിൽ ചില സ്ട്രാറ്റജികൾ അവർ ഉപയോഗിക്കുമെന്നും അതിനെ ഫുള്ളി പേഴ്സണലായിട്ട് എടുത്ത് അവരോട് ആവശ്യത്തിൽ കൂടുതൽ സ്നേഹമോ ആവശ്യത്തിൽ കൂടുതൽ ഹെയ്റ്റോ നമ്മൾ ഉള്ളിൽ കൊണ്ട് നടക്കണ്ട എന്നൊക്കെ ചിന്തിക്കുന്നത് നന്നായിരിക്കും എന്നൊക്കെ ഓർമ്മിപ്പിച്ചുകൊണ്ട് നമ്മൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. എന്തായാലും ഇത്തവണത്തെ ബിഗ് ബോസിൻ്റെ നമ്മൾ ഈ വീഡിയോ ചെയ്യുന്ന ഓഗസ്റ്റ് മാസം 3-ാം തീയതി വൈകുന്നേരം 7 മണിക്ക് ഇത്തവണത്തെ സീസൺ 7 ബിഗ് ബോസ് കിക്ക് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഞാൻ ഉദ്ദേശിക്കുന്നത് നമുക്കൊരു ഡെയിലി ബേസിസിൽ ഒരു അനാലിസിസ് വീഡിയോ പോസ്റ്റ് ചെയ്യാം എന്നുള്ളതാണ്. ഇതിനു മുമ്പ് പലപ്പോഴും ഇത് പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിലും മുടങ്ങിപ്പോയതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് ആക്ച്വലി ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോ 3 കാര്യങ്ങളാണ് അവിടുത്തെ മെയിൻ. ഒന്ന്, ഒരു കോൺഫ്ലിക്റ്റ്, എപ്പോഴും എന്തെങ്കിലും കോൺഫ്ലിക്റ്റുകൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. 2, മാനിപ്പുലേഷൻ നടന്നുകൊണ്ടിരിക്കും. കോൺഫ്ലിക്റ്റുകളിൽ ജയിക്കുന്ന ആൾക്കാണ്. ഇപ്പം എത്ര മോശം ആർഗ്യുമെൻ്റ് ഉപയോഗിച്ച് ജയിച്ചു എന്നുള്ളത് ഒരു വിഷയമേ അല്ല, അല്ലെങ്കിൽ എന്ത് മോശം സ്ട്രാറ്റജി ഉപയോഗിച്ചു വിജയിച്ചു എന്നുള്ളതൊരു വിഷയമല്ല. വിജയിക്കുക എന്നുള്ളതാണ് പ്രധാനം. ആ വിജയിക്കൽ അങ്ങനെ ആണ് പലരും കരുതുന്നത്. അപ്പോൾ അങ്ങനെ വിജയിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആളുകളെ മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഈവൻ ബിഗ് ബോസ് ഹൗസിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നമ്മളെ പല രീതിയിൽ കാണിച്ച് പ്രേക്ഷകരെ മാനിപ്പുലേറ്റ് ചെയ്യുന്ന ചാനൽ അടക്കമുണ്ട്. അപ്പോൾ വളരെയധികം മാനിപ്പുലേഷൻസ് ഉള്ള, ഒരുപാട് കോൺഫ്ലിക്റ്റുകളുള്ള, ഒത്തിരി ഡ്രാമയുള്ള, എന്ന് വെച്ചാൽ ഒരു ദിവസം നമ്മൾ എത്ര കരച്ചിൽ കാണും, ഒരു ദിവസം നമ്മൾ എത്ര വഴക്കും എത്ര കുത്തിത്തിരിപ്പും കാണും. ഇതെല്ലാം നമ്മൾ ഒത്തിരി കൺസ്യൂം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് തന്നെ ഫീൽ ചെയ്തു. ഒരു 3 ദിവസമൊക്കെ അടുപ്പിച്ച് ബിഗ് ബോസിൻ്റെ എപ്പിസോഡ്സ് കണ്ടപ്പോൾ, ഓരോ മണിക്കൂർ എപ്പിസോഡ്സിൻ്റെ കാര്യമാണ് പറയുന്നത്, 3 ദിവസം അത് അടുപ്പിച്ച് കണ്ടപ്പോൾ തന്നെ എൻ്റെ സ്വഭാവത്തിലൊരു മാറ്റം വരുന്നുണ്ടോ എന്നെനിക്ക് തോന്നി. ഞാൻ എൻ്റെ സമയം കൂടുതൽ വിനിയോഗിക്കുന്നത് ഫലപ്രദമല്ലാത്ത ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് എന്നെനിക്ക് തോന്നി തുടങ്ങി. കാരണം വീട്ടിലിരിക്കുമ്പോൾ ചർച്ച ചെയ്യുന്നത് ബിഗ് ബോസിനെ കുറിച്ച്, ഓഫീസിൽ ചെന്നാൽ അവിടെ എല്ലാവർക്കും പറയാനുള്ളത് അവരങ്ങനെ ചെയ്തു, ഇവരിങ്ങനെ ചെയ്തു, അത് ചെയ്തു. എനിക്ക് വേറെ ഒന്നും കേൾക്കാനും പറയാനും ഇല്ലാത്ത ഒരു സാഹചര്യത്തിലേക്ക് വരുന്നു എന്നൊരു 3-4 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് ഫീൽ ചെയ്തു. അങ്ങനെ ഫീൽ ചെയ്ത സമയത്താണ് ബിഗ് ബോസ് കാണൽ എന്ന് പറഞ്ഞ പരിപാടി ഞാൻ ലിമിറ്റ് ചെയ്തത്. എന്തെങ്കിലും സംസാരിക്കാനുള്ള വിഷയമുണ്ട് എന്ന് തോന്നുമ്പോൾ മാത്രം ആ പെർട്ടിക്കുലർ സിറ്റുവേഷൻ എടുത്ത് അവിടെ ബിഹേവ് ചെയ്തിട്ടുള്ള ആളുകളെക്കുറിച്ച് നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. ഇത്തവണ പക്ഷേ കുറച്ചും കൂടി മനസ്സാന്നിധ്യത്തോടു കൂടി ഈ ഒരു ഡെയിലി അനാലിസിസ് പരിപാടി ചെയ്യണം എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. പക്ഷേ നേരത്തെ പോലെ കയ്യിൽ നിന്ന് പോവുകയാണെങ്കിൽ അത് നമ്മൾ പ്രധാന വിഷയങ്ങളിലേക്ക് ലിമിറ്റ് ചെയ്തേക്കാം. അതുപോലെ തന്നെ എനിക്കും സജസ്റ്റ് ചെയ്യാനുള്ളത്, നിങ്ങളുടെ ഡെയിലി ലൈഫിനെ, നിങ്ങളുടെ ജീവിതത്തിലെ ഒരു റൊട്ടീനെ ബാധിക്കുന്ന രീതിയിൽ, നിങ്ങൾ എന്നും ചെയ്യുന്നൊരു പ്രവൃത്തിയെ ബാധിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സമാധാനത്തിനെ ബാധിക്കുന്നു എന്നുള്ളൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറുകയാണെങ്കിൽ നിങ്ങൾ മാറി ചിന്തിക്കുന്നത് നല്ലതാണ്. കാര്യം 100 ദിവസമേ ഉള്ളൂ.
പക്ഷേ ഒരു വർഷത്തിൻ്റെ 1/3 കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ആ 1/3 സമയവും കുറച്ച് ആളുകൾ ഒരു സ്ഥലത്ത് ഒരുമിച്ച് താമസിച്ചപ്പോൾ എന്തൊക്കെ ചെയ്തു എന്നുള്ളത് അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്ത് അതിൻ്റെ പേരിൽ കൂട്ടുകാരോടും നാട്ടുകാരോടും തർക്കിച്ച് ഊണും ഉറക്കവും കളഞ്ഞ് മിച്ചം കിട്ടുന്ന സമയം സോഷ്യൽ മീഡിയയിൽ പോയി ഇതിനെക്കുറിച്ച് ഘോരം പ്രസംഗിച്ച് നമ്മൾ നമ്മുടെ സമയത്തിനെ വേസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് മാറ്റി പിടിക്കുന്നത് നല്ലതായിരിക്കും എന്നുകൂടി ഒരു വാർണിംഗ് പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇത്തവണത്തെ കണ്ടസ്റ്റൻസൊക്കെ അടിപൊളിയാവട്ടെ, നല്ല മത്സരങ്ങളുണ്ടാവട്ടെ, നല്ല ചർച്ചകൾക്ക് കാരണമാവട്ടെ എന്നുള്ള ആശംസകളും കൂടി നേർന്നുകൊണ്ട് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം വീഡിയോ കൊണ്ട് നിങ്ങൾക്കൊരു ഉപകാരം ഉണ്ടായി എന്ന് തോന്നുകയാണെങ്കിൽ മാത്രം പരിഗണിക്കുക.